വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ത്വമേവ സർവം മമ ദേവദേവ. ഗുരുവായൂരപ്പ. ഓം ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഖ്യാപനം സത്യം പരം ധീമഹി. ഈ പരമമായ സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ് ഭാഗവതം. ഭാഗവതം എന്നുള്ള വാക്കിന് ഭഗവാനെ സംബന്ധിക്കുന്നത് ഒരർത്ഥം. ഭഗവാൻ അനേക രൂപങ്ങളിൽ ഈ പരമസത്യത്തിനെ നമുക്ക് കാണിച്ചു തരുന്ന കഥയാണ് ഭാഗവതം. ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളുടെയും ലക്ഷ്യം ഈ പരമസത്യത്തിനെക്കുറിച്ചുള്ള ബോധം, പരമസത്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാക്കി തരില്ല. അപ്പോൾ ഈ അവതാരങ്ങളിൽ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളാണെങ്കിൽ എല്ലാ അവതാരത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം ഈ ധർമ്മം തന്നെയാണ്. അതിൽ ധർമ്മോപദേശത്തിന് വേണ്ടി മാത്രം ഭഗവാൻ സ്വീകരിച്ച ഒരു അവതാരമാണ് കപിലാവതാരം. അതുകൊണ്ടാണ് കപിലവാസുദേവനെ സ്തുതിക്കുന്ന സമയത്ത് ജ്ഞാനോപദേശായ ഗൃഹീതദേഹം, ജ്ഞാനോപദേശത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ച ഒരു അവതാരമാണ് കപിലാവതാരം. അപ്പോൾ കപിലാവതാരത്തിന് മറ്റുള്ള അവതാരങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കർമ്മങ്ങൾക്കല്ല പ്രാധാന്യം, ജ്ഞാനത്തിനാണ് പ്രാധാന്യം. കർമ്മങ്ങൾ എപ്പോഴും നമുക്ക് ബന്ധത്തിന് കാരണമാവും. കർമ്മണാ ബധ്യതേ ജന്തു, കർമ്മങ്ങൾ ബന്ധത്തിന് കാരണമാവും. അപ്പോൾ കർമ്മങ്ങൾക്ക് അതീതമായി ആ പരമജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കുക, ഇതാണ് ആ കപിലാവതാരത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ കപിലാവതാരം ജ്ഞാനോപദേശത്തിന് വേണ്ടി മാത്രമുള്ളൊരു അവതാരം. എവിടെയാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്? അത് രണ്ടാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് നാരദന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് പറയും, ജജ്ഞേ ച കർദ്ദമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിസ്സമം നവഭിരാത്മഗതിം സമാത്രേ ഊചേജയാത്മശമലം ഗുണസംഗഭംഗം തസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേദേ. ജജ്ഞേ ച കർദ്ദമഗൃഹേ, കർദ്ദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്.
ഈ ദേവഹൂതി ആരാ? സ്വയംഭുവനുവിൻ്റെ 3 പെൺകുട്ടികളിൽ നടുക്കലത്തെ കുട്ടിയാണ് ദേവഹൂതി. സ്വയംഭുവനുവിൻ്റെ ചരിത്രമാണ് 20ാമത്തെ അധ്യായം വരെ, ആ വരാഹാവതാരം വരെയുള്ള കഥ പറഞ്ഞതിന് ശേഷം 21ാമത്തെ അധ്യായത്തിലാണ് സ്വയംഭുവനുവിൻ്റെ ചരിത്രം ആരംഭിക്കുക. അപ്പോൾ സ്വയംഭുവനുവിന് 5 കുട്ടികളാണെന്ന് പറയും. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. പെൺകുട്ടികളുടെ പേരാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. ആൺകുട്ടികളുടെ പേരാണ് പ്രിയവ്രതൻ, ഉത്താനപാതൻ. അപ്പോൾ ആകൂതി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഭാവം. ഈ ഭാഗവത കഥകൾക്കൊക്കെ 3 വിധത്തിലാണ് അർത്ഥം പറയാറ്. ഒന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നൊരർത്ഥം, രണ്ടാമത് അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ളൊരർത്ഥം, പിന്നെ ഭൗതികമായിട്ടുള്ളൊരർത്ഥം. ഇങ്ങനെ 3 വിധത്തിൽ പറയാം. അല്പം ആകൂതി എന്ന് പറഞ്ഞാൽ എന്താ? ആധ്യാത്മിക ഭാവം. ഈ പ്രപഞ്ച സൃഷ്ടികളിലെല്ലാം 3 ഭാവങ്ങളാണ്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അതിൽ ആധ്യാത്മിക ഭാവമാണ് ആകൂതി. ആകൂതി ക്രിയാരൂപം മന എന്ന ഏകാശസ്കന്ധത്തിൽ പറയും. ആകൂതി ആധ്യാത്മിക ഭാവം, ദേവഹൂതി ദൈവിക ഭാവം, പ്രസൂതി ഭൗതിക ഭാവം. പ്രസൂതി എന്നുള്ള വാക്കിന് ധാരാളം പ്രസവിക്കുന്നവൾ എന്നർത്ഥം, ഇഷ്ടംപോലെ പ്രസവിക്കുന്നത്. അപ്പോൾ ഈ അനന്തമായ ഭൗതിക സൃഷ്ടികളൊക്കെയാണ് പ്രസൂതി. ദേവഹൂതി എന്ന് വെച്ചാൽ ദേവന്മാരെ വിളിച്ചു വരുത്തുന്നവൾ എന്നർത്ഥം, ദേവഹൂതി. അപ്പോൾ അതിൽ ദേവഹൂതിയുടെ കഥയാണ് ഇവിടെ പറയാൻ പോണത്. പിന്നെ 2 കുട്ടികളും കൂടി ഉണ്ടല്ലോ, ആൺകുട്ടികൾ, പ്രിയവ്രതൻ, ഉത്താനപാതൻ. അതെന്താ? ഒരു ജീവൻ്റെ 2 ഗതികളാണ്. മനുഷ്യ ശരീരത്തിൽ വരുന്ന ഒരു ജീവന് 2 വിധത്തിൽ പ്രവർത്തിക്കാം. ഒന്നുകിൽ ഈശ്വരനേക്ക് തിരിയാം, അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് തിരിയാം. ഇത് മനുഷ്യർക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ഒരു മൃഗത്തിനൊരിക്കലും ഈശ്വരചിന്ത സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അപൂർവം ചില ഗജേന്ദ്രനെ പോലെ ചില ആളുകൾക്കുണ്ടായിരുന്നു വരാം. സാധാരണഗതിയിൽ ഒരു ജീവൻ മൃഗശരീരത്തിൽ ചെന്നപ്പെട്ടാൽ അതിന് ഈശ്വരചിന്ത വരാൻ വിഷമമാണ്. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ വരുമ്പോഴേ ജീവന് ഈശ്വരചിന്ത വരുള്ളൂ. അപ്പോൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജീവഭാവമാണ് പ്രിയവ്രതൻ. അതെന്താ? പ്രിയവ്രതൻ എന്നുള്ള വാക്ക് തിരിച്ചു പറഞ്ഞാൽ വ്രതപ്രിയനാവും. പ്രിയവ്രതൻ ഈശ്വരാഭിമുഖമായ ജീവവൃത്തിയാണ്. ഉത്താനപാത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കാല് മുകളിലേക്ക് അയാളെന്നർത്ഥം. കാല് മുകളിലേക്കാണെങ്കിൽ തല താഴ്ത്തിക്കാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ തലതിരിഞ്ഞ ആളെന്ന് പറയാണ്ട് നല്ല വാക്കിൽ പറഞ്ഞതാണ് ഉത്താനപാതൻ. അപ്പോൾ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് പറഞ്ഞാൽ ദേവഹൂതി ദൈവിക ഭാവമാണ്. ആ ദേവഹൂതിയുടെ പുത്രനായിട്ടാണ് ഭഗവാന്റെ അവതാരം. അതാണ് ജജ്ഞേ ച കർദമഗൃഹേ കില ദേവഹൂത്യാം. കർദമൻ്റെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയും. എന്തിനാ ഭഗവാന്റെ അവതാരം? അവതാരത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ കപിലവാസുദേവൻ അച്ഛനോട് പറയുന്നുണ്ട്, ഏഷ ആത്മപഥോവ്യക്തോ നഷ്ടകാലേന ഭൂയസ തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധിമയാഭൃതം. നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മതത്വത്തിനെ, ഒരു തത്വശാസ്ത്രത്തിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരം. അപ്പോൾ കപിലാവതാരത്തിൻ്റെ ലക്ഷ്യം ഇതാണെന്നർത്ഥം. ജ്ഞാനോപദേശായ, ജ്ഞാനോപദേശം മാത്രമാണ് ലക്ഷ്യം. കർദമൻ്റെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. കർദമ പ്രജാപതി ആരാ? ബ്രഹ്മാവിൻ്റെ പുത്രൻ. ഛായായാം കർദമോ ജജ്ഞേ. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ ആളാണത്രേ ഈ കർദമൻ. അപ്പോൾ ഈ കർദമ പ്രജാപതി അനേക കാലം തപസ് ചെയ്തു. അദ്ദേഹം തപസ് ചെയ്ത ആ സ്ഥലത്തിന് ബിന്ദു സരസ് എന്ന് പേര് വന്നൊന്നാണ്. അതെന്താ? ഇദ്ദേഹത്തിൻ്റെ തപസ് കണ്ട് സന്തോഷിച്ച് ഭഗവാന്റെ കണ്ണിൽ നിന്ന് 2 കണ്ണീര് വീണു അത്രേ. അപ്പോൾ എത്രയുണ്ടാ തപസ്? സഹസ്രാണാം സമാദശ. അനേകായിരം വർഷം അദ്ദേഹം തപസ് ചെയ്തു. അവസാനം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി. അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അപ്പോൾ ആ സ്തുതിയിൽ അദ്ദേഹം പറയും, എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാമവാസനകൾ നശിച്ചിട്ടില്ല, എൻ്റെ മനസ്സിലിപ്പോഴും ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തഥാസജാഹം പരിവോഢുകാമ സമാനശീലാം ഗൃഹമേധധേനും. എനിക്ക് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ കാമബീജങ്ങൾ നശിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത. നമ്മളൊക്കെ നേരെ തിരിച്ചാ. ഭഗവാന്റെ മുമ്പിൽ ഒരാഗ്രഹം ഇല്ല എന്നാ പറയുക. ആഗ്രഹമില്ലേ? അതേ ഉള്ളൂ അല്ലേ? നടക്കി ചെന്നാൽ എന്താ പ്രാർത്ഥിക്കുക? ഐഹികമാകും സുഖത്തിൽ അയ്യോ കൃഷ്ണ, അയ്യോ എനിക്കൊരു മോഹമില്ലേ. ആ അയ്യോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മോഹമുള്ളൂ അല്ലേ? പുറത്തിറങ്ങി ആദ്യം കാണുന്ന ഭാഗ്യവൃ ടിക്കറ്റ് മേടിക്കുകയും ചെയ്യും, അത് വേറെ അല്ലേ? അപ്പോൾ ആഗ്രഹമില്ല എന്നൊക്കെ നമ്മൾ കാവട്യം പറയും. പക്ഷെ അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ നശിച്ചിട്ടില്ല. ഇത് ശ്രുതിഗീതയിൽ പറയും, യതിന സമുദ്ധരന്തി ഹൃതി കാമജട.
കാമജടകൾ ഹൃദയത്തിൽ നിന്ന് പോകാതെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അപ്പം അതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അല്ലാതെ കാമവാസനകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല, കാമവാസനകൾ നശിക്കണം, അതുകൊണ്ട് വിവാഹ ജീവിതം നയിക്കണം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നേക്ക് 3-ാമത്തെ ദിവസം സ്വയംഭുവനു അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ശതരൂപയും മധ്യമപുത്രിയായിട്ടുള്ള ദേവഹൂതിയുമായിട്ട് ഈ ആശ്രമത്തിൽ വരും. ദേവഹൂതി അങ്ങ് വിവാഹം കഴിക്കണം. അതിൽ അദ്ദേഹത്തിന് അങ്ങക്ക് 9 പെൺകുട്ടികളുണ്ടാവും. 10ാമനായിട്ട് ഞാൻ തന്നെ അവതരിച്ചോളാമെന്ന് ഭഗവാൻ വരം കൊടുക്കുകയാണ്. പറഞ്ഞ പോലെ 3-ാമത്തെ ദിവസം സ്വയംഭുവനു അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ശതരൂപ, പുത്രിയായിട്ടുള്ള ദേവഹൂതി ഇവരൊക്കെ ആശ്രമത്തിൽ വരണു. കർദമ പ്രജാപതി ഈ സ്വയംഭുവനുവിനെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ സ്തുതിച്ച് പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വയംഭുവനുവിന് എന്താ തോന്നിയത്? സാധാരണഗതിയിൽ ഒരാൾ നമ്മളെ പ്രശംസിച്ചാൽ നമ്മളങ്ങനെ പൊങ്ങി പോവും അല്ലേ? മേക്കൂരൊക്കെ പൊളിച്ചങ്ങനെ മുകളിലേക്ക് പോവും. ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞ് അതേപോലെ താഴ്ത്തേക്കും പോവും. പക്ഷേ സ്വയംഭുവന് ഈ സ്തുതി കേട്ടപ്പോൾ അദ്ദേഹത്തിന് സൗറിയുടെ യുവതം സമ്രാട്ടെന്നാണ്, അദ്ദേഹത്തിന് ലജ്ജ തോന്നിയെന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അതാണ് ഒരവതാരം നടക്കുമ്പോൾ ആ ക്ഷേത്രം ശുദ്ധമാവണമെന്നുണ്ട്. ശുദ്ധമായ ക്ഷേത്രത്തിലെ ശുദ്ധമായ അവതാരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിവാഹം കഴിക്കാൻ പോണ കർദമ പ്രജാപതിയുടെ യോഗ്യത, അതുപോലെ ദേവഹൂതിയുടെ അച്ഛനായിട്ടുള്ള സ്വയംഭുവനുവിൻ്റെ യോഗ്യത, അദ്ദേഹത്തിന് ആത്മപ്രശംസ കേട്ടപ്പോൾ ലജ്ജ തോന്നിയെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണ അങ്ങനെയല്ല, നമ്മൾ ആത്മപ്രശംസ കേൾക്കുന്നതിൽ സന്തോഷിക്കുന്നവരാ. പ്രശംസിച്ചില്ലെങ്കിൽ പ്രശംസിപ്പിക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അല്ലേ? സംസ്കൃതത്തിൽ അങ്ങനെ ശ്ലോകമുണ്ട്, ഉഷ്ട്രാണാംച വിവാഹേഷു ഗീതം ഗായന്തി ഗർദ്ധഭ പരസ്പരം പ്രശംസന്തി അഹോരൂപം അഹോസ്വരം. ഒട്ടകങ്ങളുടെ കല്യാണം, ഒട്ടകങ്ങളുടെ കല്യാണത്തിന് കഴുതയുടെ പാട്ട് കച്ചേരി, കേമായില്ലേ? ഒട്ടകത്തിൻ്റെ കല്യാണം, കഴുതയുടെ പാട്ട് കച്ചേരി. എന്നിട്ട് പരസ്പരം പ്രശംസന്തി. ഒട്ടകം കഴുതയെ പ്രശംസിക്കുകയാണ്, എന്തൊരു സ്വരം, എന്തൊരു സ്വരം. കഴുത ഒട്ടകത്തിനെ പ്രശംസിക്കുകയാണ്, എന്തൊരു സൗന്ദര്യം, എന്തൊരു സൗന്ദര്യം. കേമായില്ലേ? അപ്പോൾ ഇങ്ങനെ പരസ്പരം പ്രശംസിക്കാനുള്ള വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം ആത്മപ്രശംസ കേൾക്കുന്നതിൽ ലജ്ജ തോന്നണമെന്നാണ്. നമ്മളെ ഒരാൾ പ്രശംസിച്ചാൽ അതിൽ ലജ്ജ വരണം. ആത്മപ്രശംസ കേൾക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് പറയുക. ഒരാൾ നമ്മളെ പ്രശംസിച്ചാൽ അതിൽ അഭിമാനം തോന്നരുത്, അതിൽ ലജ്ജയാണ് തോന്നേണ്ടതെന്ന് അർത്ഥം. ഏതായാലും ആ കർദമ പ്രജാപതിക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു സ്വയംഭുവന്. അപ്പോൾ എന്തു പറഞ്ഞു? അങ്ങക്ക് സർവാത്മനാനുരൂപം ദേ ഗൃഹമേധിഷു കർമ്മസു. ഈ പെൺകുട്ടി അങ്ങക്ക് എല്ലാ വിധത്തിലും അനുയോജ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അത്ര ധൈര്യമായിട്ട് പറഞ്ഞെന്നർത്ഥം. അതിപ്പോൾ സാധാരണ വിവാഹം നടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും, പിന്നെ എങ്ങനെയാണ് വരണമെന്ന് കണ്ടറിയണം, ഇങ്ങനെയല്ലേ? ഇതങ്ങനെയല്ല, അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ട്. ഏതായാലും ദേവഹൂതി വിവാഹം കഴിച്ചു കൊടുത്തു. ഈ സ്വയംഭുവനു അദ്ദേഹത്തിൻ്റെ ബഹിഷ്മതി എന്ന പേരായിട്ടുള്ള കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? ഒരു നിമിഷം പോലും പാഴാക്കിയില്ല എന്നാണ്. സദാസമയത്തും ഈശ്വരകഥകൾ കേൾക്കുക, ഈശ്വരകഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനെ പുകഴ്ത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായിട്ടൊരു ജീവിതമാണത്രേ ഈ സ്വയംഭുവന് നയിച്ചത്. അദ്ദേഹം കഥ കേൾക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം ഉണ്ട് അവിടെ. അതെങ്ങനെ? ഹൃദാശൃണ്വൻ ഹരേ കഥ. അദ്ദേഹം ഭഗവാന്റെ കഥകളെ എങ്ങനെയാണ് കേട്ടത്? ഹൃദാശൃണ്വൻ, ഹൃദയം കൊണ്ട് കഥ കേട്ടു എന്നാണ് പറഞ്ഞു. അപ്പം അത്രയും യോഗ്യനായിട്ടുള്ള ആളാണ് സ്വയംഭുവനു. ഈ സ്വയംഭുവനു ആ കാലത്ത് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണത്രേ മനുസ്മൃതി എന്ന് പ്രസിദ്ധമായത്. അങ്ങനെയാണ് ആദ്യം മനുസ്മൃതി ഉണ്ടായതാണ്. സ്വയംഭുവനോട് മഹർഷിമാർ പല സംശയങ്ങളൊക്കെ ചോദിക്കും. യപൃഷ്ടോ മനുഭിപ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിത സദാ. വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചൊക്കെ സ്വയംഭുവനു അന്ന് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് പിന്നെ മനുസ്മൃതി എന്ന് പ്രസിദ്ധമായത്. അപ്പോൾ ആ കാലത്താണ് മനുസ്മൃതി ഉണ്ടായത്. കൃതയുഗത്തിൽ ഓരോ യുഗങ്ങളിലും ഓരോ സ്മൃതികളുണ്ട്. മനുസ്മൃതിയൊക്കെ കാലഹരണപ്പെട്ടു. കാരണം ഇത് കൃതയുഗത്തിലെ സ്മൃതിയാണ്, ഇന്ന് മനുസ്മൃതിക്കല്ല, ഇന്ന് പരാശര സ്മൃതിയാണ് കലികാലത്ത്. അപ്പോൾ ഏതായാലും ഈ കാലത്താണ് മനുസ്മൃതി ഉണ്ടായത്. അങ്ങനെ കർദമ പ്രജാപതിക്ക് ദേവഹൂതി വിവാഹം കഴിച്ചു കൊടുത്ത് സ്വയംഭുവനു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ദേവഹൂതി കർദമ പ്രജാപതിയെ വളരെ ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിച്ചു എന്നാണ്. ഭവാനീവ ഭവം പ്രഭും, ശ്രീപരമേശ്വരനെ പാർവതീദേവി ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിച്ചു അത്രേ. ആ ഉത്തമമായ ദാമ്പത്യം, അതിനൊരു ചിത്രീകരണം അവിടെ. അപ്പോൾ ദേവഹൂതിയുടെ ആ ശുശ്രൂഷയിൽ സന്തോഷിച്ച് കർദമ പ്രജാപതി ദേവഹൂതിയോട് ചോദിച്ചു, തുഷ്ടോഹമദ്യ തവ മാനവിമാനദായ
ശുശ്രൂഷയാ പരമയാ പരയാജ ഭക്തിയാ. ദേവഹൂതിയുടെ ശുശ്രൂഷ എനിക്ക് വളരെ സന്തോഷമായി. ദേവഹൂതിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിപ്പിച്ചു തരാമെന്നാണ്. അപ്പോഴാണ് ദേവഹൂതി പറഞ്ഞത്, എനിക്കങ്ങനെ വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ ആഗ്രഹം ഭർത്താവിനോടുകൂടി സുഖമായിട്ട് ജീവിക്കുക, കുട്ടികളുണ്ടാവുക, ഇത്രയൊക്കെ ആഗ്രഹമുള്ളൊന്നായി. അങ്ങനെയാണ് സ്വയംഭുവനു ഈ കർദമ പ്രജാപതി തൻ്റെ യോഗശക്തി കൊണ്ട് അത്ഭുതകരമായിട്ടൊരു വിമാനം സൃഷ്ടിച്ചു എന്നാണ്. കർദമൻ്റെ യോഗശക്തിയിൽ നിന്നുണ്ടായ വിമാനം 9 നിലകളാണത്രേ. അതിൽ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന സകല സുഖങ്ങളും അനുഭവിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ്. അതെവിടെ വേണമെങ്കിൽ പോകാം. ഓടിക്കാൻ ആൾ വേണ്ട, ഇന്ധനം വേണ്ട. അതിൽ കയറി ഇന്ന സ്ഥലത്ത് എത്തട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ എത്തും. അങ്ങനെ അത്ഭുതകരമായൊരു വിമാനം സൃഷ്ടിച്ചു അത്രേ. അതിൻ്റെ ഒരു വർണ്ണനയുണ്ട് അവിടെ. ഏതാണ്ട് ഒരു 10 ശ്ലോകം ആ വിമാനത്തിനെ വർണ്ണിക്കുകയാണ്. അത്ര ഗംഭീരമാണ് വിമാനം. ഭൗതിക സുഖങ്ങൾ, അതിന് ശരീരസുഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സൗകര്യമുണ്ട്. ആ വിമാനമൊക്കെ കേമായി. പക്ഷേ അതിൽ കയറേണ്ട ആളുടെ ഈ പാകത്തിനാണെങ്കിലോ അല്ലേ? അപ്പോൾ രണ്ടുപേരും 9 ശരീരങ്ങളെ സ്വീകരിച്ച് ആ വിമാനത്തിൽ അങ്ങനെ സഞ്ചരിച്ച് സകല സുഖങ്ങളും അനുഭവിച്ചു എന്നാണ്. എവിടെയൊക്കെയാണ് പോയത്? വൈശ്രംഭകേ സുരസനെ നന്ദനെ പുഷ്പഭദ്രകേ മാനസേ ചൈത്രരഥ്യേ ച ശരേമേ രാമയാരദ. ഇവിടെയൊക്കെ സഞ്ചരിച്ചു എന്നാണ്. ദേവോദ്യാനങ്ങളിലൊക്കെ സഞ്ചരിച്ചു അത്രേ. അങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ വേറൊരു രസമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ശൂന്യാകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ദേവഹൂതിക്ക് കാണിച്ചു കൊടുത്തു. പ്രേക്ഷയിത്വ ഭൂഗോളം എന്നാണ്. ഭൂഗോളം കാണിച്ചു കൊടുത്തു അത്രേ. കർദമ പ്രജാപതി ശൂന്യാകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂഗോളം കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? ഗോളം എന്നാണ് പറഞ്ഞത്. ഗോളം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉരുണ്ട വസ്തു എന്നല്ലേ? അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ആരാ കണ്ടുപിടിച്ചേ? നമ്മളൊക്കെ പഠിച്ചു വെച്ചാൽ ഏതോ സായിപ്പ് കണ്ടുപിടിച്ചു എന്നാണല്ലേ. ഇത് കൃതയുഗത്തിൽ കർദമ പ്രജാപതി ദേവഹൂതിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഭൂഗോളം എന്നാണ് പറയണത്. അപ്പോൾ എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആചാര്യന്മാർക്കറിയാം ഭൂമി ഉരുണ്ടതാണെന്ന്. ദർശയിത്വ ഭൂഗോളം. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുട്ടികളൊന്നും പഠിപ്പിച്ചു വിട്ടതേ. നാളെ എങ്ങാനും പരീക്ഷയ്ക്ക് പോയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് ആര് കണ്ടുപിടിച്ചു? കർദമ പ്രജാപതി എന്നെങ്ങാനും എഴുതിയാൽ വെട്ട് അല്ലേ? അപ്പം ഇതൊന്നും ഇനി ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടാൽ മാർക്ക് കിട്ടില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ദർശയത്വ ഭൂഗോളം എന്നാണ്. ഏതായാലും അവർ ഭൂമിയിൽ തിരിച്ചു വന്നു. ഒരേ ദിവസം ദേവഹൂതി 9 പെൺകുട്ടികളെ പ്രസവിച്ചു എന്നാണ്. ഒരേ ദിവസം 9 ശരീരങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് കർദമൻ വിവാഹ സമയത്ത് തന്നെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിവാഹ ജീവിതം സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല, കുട്ടികളുണ്ടായാൽ ഞാൻ വീണ്ടും തപസ്സിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർദമൻ തപസ്സിന് പോകാൻ ഭാവിച്ചപ്പോൾ ദേവഹൂതി മുമ്പിൽ വന്ന് തല കുനിച്ച് കാൽവിരൽ കൊണ്ട് മണ്ണിൽ പടം വരച്ച് ചോദിച്ചു, അങ്ങ് ഇങ്ങനെ പോയാലോ? എന്താ ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ? ഭഗവാൻ തന്നെ നമ്മളുടെ പുത്രനായിട്ട് അവതരിക്കാമെന്ന് വരം തന്നിട്ടില്ലേ? ഇതാണ് ഈ കുടുംബജീവിതത്തിൽ പെട്ടുപോയാൽ ഊരിപ്പോകാൻ വളരെ വിഷമം അല്ലേ? 9 പെൺകുട്ടികളുണ്ടായപ്പോൾ ഇനി അവർ വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ? അപ്പോഴാണ് ഭഗവാൻ തന്നെ തൻ്റെ പുത്രനായിട്ട് അവതരിക്കാം എന്ന് വരം തന്നിട്ടുണ്ടല്ലോ. അത് ഓർമ്മ വന്നപ്പോൾ കർദമൻ വീണ്ടും ആ ഗൃഹസ്ഥ ജീവിതം തുടർന്നുവെന്നും പിന്നീടാണ് കർദമൻ്റെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു എന്ന് പറയും. എപ്പോൾ? തസ്യാം ബഹുദുധേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ ജജ്ഞേ നിരിവദാരുണി. ദാരുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നത് പോലെ ഭഗവാന്റെ ചൈതന്യം പ്രകാശിച്ചു എന്ന്. എന്താ? ഈ യാഗത്തിന് അരണി കടഞ്ഞ് അഗ്നി പ്രകാശിക്കുന്നത് പോലെ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അവതരിച്ചു എന്ന് പറയും. അങ്ങനെയാണ് കപിലാവതാരം. അത് കഴിഞ്ഞ് ആദ്യം തന്നെ ആ 9 സഹോദരിമാർ വിവാഹം കഴിച്ചു കൊടുത്തു. 9 സഹോദരിമാരുണ്ടല്ലോ, അവരെ ബ്രഹ്മാവിൻ്റെ 10 പുത്രന്മാർക്ക്, ബ്രഹ്മാവിന് 10 പുത്രന്മാരാ, മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയിട്ടുള്ള 10 പേര്. അപ്പോൾ 10 ആൺകുട്ടികൾക്ക് എങ്ങനെയാണ് 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക? ആൺകുട്ടികൾ 10, പെൺകുട്ടികൾ 9. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ നാരദൻ ബാക്കിയായി. അതുകൊണ്ടാണത്രേ നാരദൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കുടിക്കാനേ ഇവിടെ 9 കുട്ടികളല്ലോ, അതുകൊണ്ട് നാരദൻ രക്ഷപ്പെട്ടു. അങ്ങനെ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനായിട്ടുള്ള കർദമ പ്രജാപതിക്ക് അറിയാമല്ലോ ഭഗവാൻ തന്നെയാണ് തൻ്റെ മകനായിട്ട് അവതരിച്ചിട്ടുള്ളതെന്നറിയാം. കർദമ പ്രജാപതി കപിലവാസുദേവനോട് പ്രാർത്ഥിച്ചു, ത്വാം സൂര്യഭി തത്വബുദ്ധയാദ്ധാ സദാഭിവാദ അർഹണപാദപീഠം
ഐശ്വര്യവൈരാഗ്യ ശോഭബോധ വീര്യശ്രിയാം പൂർത്തമഹം പ്രപദ്യേ. അങ്ങ് ആരാന്ന് എനിക്കറിയാം. ഐശ്വര്യ വൈരാഗ്യ യശോ അവബോധ വീര്യശ്രിയാം, 6 ഗുണങ്ങൾ അങ്ങയിലുണ്ട്. ഈ 6 ഗുണങ്ങളുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയാം. ഷണ്ണാം ഭഗ ഇതീരിത ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശ്രിയ ജ്ഞാന വൈരാഗ്യോശ്ചൈവ. ഈ 6 ഗുണങ്ങളും അങ്ങയിലുണ്ട്. അങ്ങ് ഭഗവാൻ തന്നെയാണെന്ന് എനിക്കറിയാം. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആസ്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. അവിടെയാണ് നാമകരണം നമുക്ക് തോന്നും. കപിലം എന്നൊരു വാക്ക് അവിടെ അറിയാം. അവിടെയാണ് ശരിക്കും നാമകരണം നടന്നതെന്ന് തോന്നും. അവിടെ തന്നെ അനുവദിക്കണം. ആസ്മാഭിപ്രജ്യേത്യ പതിം പ്രജാനാം ത്വയാവതീർണ ഉദാപ്തകാമ പരിവൃജൽ പദവീം ആസ്തിദോഹം ചരിഷ്യേ ത്വാം ഹൃദയുഞ്ജൻ വിശോക. എനിക്ക് പരിവ്രാജകൃതിയെ സ്വീകരിക്കാൻ അനുവാദം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛന് ഒരു ഉപദേശമുണ്ട്. 6 ശ്ലോകത്തിലാണ് അച്ഛനുള്ള ഉപദേശം. കേവലം 6 ശ്ലോകമേ ഉള്ളൂ. കാരണം അച്ഛൻ അത്രയും മതി. അനേകായിരം വർഷം തപസ് ചെയ്ത് ഭഗവാന്റെ ദർശനം നേടിയ ആളല്ലേ കർദമൻ. അപ്പോൾ പ്രത്യേകിച്ചൊരു ഉപദേശത്തിനൊന്നും ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഈ പരിവ്രാജകൃതിയൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അപ്പം മകനെ തന്നെ ഗുരുവായിട്ട് കാണാം. ഇത് മകനോട് പ്രാർത്ഥിച്ചു. പരിവൃജൽ പദവീമാസ്തി ദോഹം. അപ്പോൾ 6 ശ്ലോകമുള്ള അവിടെ ഉപദേശം. അവിടെ അവസാനം പറഞ്ഞു ഗച്ഛകാമം മയാ പൃഷ്ടോ മയ സന്യസ്തകർമ്മണ അശ. എല്ലാ കർമ്മങ്ങളും എന്നിൽ സന്യസിച്ചുകൊണ്ട് എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇഷ്ടം പോലെ സഞ്ചരിച്ചോളാൻ പറഞ്ഞു. അതിന് അച്ഛനായിട്ടുള്ള കർദമ പ്രജാപതി ദക്ഷിണീകൃത്യതം പ്രീതോ വനമേവ ജഗാമഹ. മകനെ പ്രദക്ഷിണം വച്ച് കാട്ടിലേക്ക് പോയി എന്നാണ്. വനമേവ ജഗാമ എന്ന് മാത്രമല്ല, വനമേവ ജഗാമഹ എന്നൊരു വാക്കും കൂടിയുണ്ട്. എന്താ ഹ? അത്ഭുതം. ഇത്രയും സുഖസൗകര്യങ്ങളുണ്ടായിട്ട് അത് ഉപേക്ഷിച്ച് പോകാൻ തോന്നണ്ടേ അല്ലേ? എന്താ കഥ എന്ന് ആലോചിച്ച് നോക്കൂ. 9 നിലയുള്ള കൊട്ടാരം പോലെയുള്ള ആശ്രമം, സകല സൗകര്യങ്ങളുണ്ട്, അനുകൂലിയായിട്ടുള്ള പത്നി, 9 പെൺകുട്ടികൾ വിവാഹം കഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഈശ്വരൻ തന്നെ മകനായിട്ട് അവതരിച്ചു. സകല സൗഭാഗ്യങ്ങളും തികഞ്ഞ ആ കുടുംബജീവിതം ഉപേക്ഷിക്കാൻ തോന്നണ്ടേ? നമുക്ക് തോന്നാറുണ്ടോ? കഷ്ടപ്പാടാണ്, ദുരിതമാണ് ഒക്കെ പറയും. എന്നാന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞാലോ? അത് പറ്റില്ല. ഗാം ദുഗ്ധദോഹാം അസതിം ജ ഭാര്യാം വിത്തം പരാധീനം അസത്പ്രജാം ജ. അതാണ് കഥ. ഗാം ദുഗ്ധദോഹാം, കറവ് പറ്റിയ പശു, പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ മക്കള് അല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ടും ഉപേക്ഷിക്കാൻ തോന്നണില്ലല്ലോ. അപ്പോൾ സൗകര്യങ്ങളുണ്ടായിട്ടും അത് ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് വന്നില്ലേ? വനമേവ ജഗാമഹ. ഇനി വേറൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ സർവേശ്വരൻ തന്നെ മകനായിട്ട് ജനിച്ചു. ഇനിയിപ്പോൾ എന്തിനാ ഒരു കാട്ടിലേക്ക് പോകേണ്ട ആവശ്യം എന്താ? വനമേവ ജഗാമഹ. അത്ഭുതം പറയാം. ഏതായാലും കർദമ പ്രജാപതി വീണ്ടും കുറച്ചു കാലം തപസ് ചെയ്ത് വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യേകാത്മനി പരേണ ഭക്തിയോഗേന ലബ്ധാത്മാ മുക്തബന്ധന. സകല കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ച് ബന്ധങ്ങളൊക്കെ വിട്ട് അദ്ദേഹം മുക്തി പ്രാപിച്ചു എന്ന് പറയും. ഇപ്പം എന്താ ഇത്രയൊക്കെ പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് ഈ ഉപദേശം ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. ഇപ്പം എന്താ സാഹചര്യം? ആശ്രമത്തിലിപ്പോൾ അമ്മയും മകനും മാത്രമേ ഉള്ളൂ അല്ലേ? അച്ഛനായിട്ടുള്ള കർദമ പ്രജാപതി മുക്തി പ്രാപിച്ചു, സഹോദരിമാരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ആശ്രമത്തിൽ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. സകല ഐശ്വര്യങ്ങളും തികഞ്ഞ ആശ്രമം, സുഖമായിട്ടങ്ങനെ കഴിയാം. ദേവഹൂതിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആകപ്പാടെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാതായി. അതെന്താ? എത്രയായിട്ടൊരു തൃപ്തി വരണില്ല. നിർവിണ്ണാനിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ തർഷണാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഒരു ദിവസം ഈ ദേവഹൂതി മകനായിട്ടുള്ള കപിലവാസുദേവനോട് പറയാം, എൻ്റെ മനസ്സിപ്പോൾ ഒട്ടും സമാധാനമില്ല. നിർവിണ്ണാന്ന്. നിർവിണ്ണാന്ന് പറഞ്ഞാൽ ശ്രാന്തം എന്നാണ് ശ്രീധരസ്വാമികൾ. മടുത്തു എന്നർത്ഥം. നിർവിണ്ണാനിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാൽ. അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് എൻ്റെ മനസ്സിനൊട്ടും ഒരു സമാധാനം ഇല്ലാതായി. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഇതാ എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടും മനസ്സിനൊരു സംതൃപ്തി കിട്ടണില്ലല്ലോ. ഒരു മതിയായി, സുഖമായി. നമ്മളൊക്കെ പറയുമ്പോൾ പരസ്പരം കാണുമ്പോൾ ഇങ്ങനെ കുശലം ചോദിക്കുമ്പോൾ ഇപ്പം എന്താ സുഖമല്ലേ എന്ന് ചോദിക്കും. സുഖമല്ലെന്നല്ലേ ചോദിക്കാറുള്ളൂ, ദുഃഖമല്ലെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇനി സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? നീട്ടിയൊരു മുളല. എവിടെ? ആയിട്ടില്ല.
ആവണേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്തിട്ടും മനസ്സിനൊരു തൃപ്തി വരണില്ലല്ലോ. അതെന്താ കാരണം? ബന്ധുക്കൾ അർത്ഥ ഗൃഹ പുത്രാദിജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിന്തത്വമൊക്കെ ഇഹ അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും. ഈശ്വരതത്വങ്ങൾ എത്ര കണ്ടിട്ടും അത് മനസ്സിലേക്ക് വരണില്ല, കേട്ടിട്ടും മനസ്സിൽ വരണില്ല. കാരണം ബന്ധുക്കൾ അർത്ഥ ഗൃഹ പുത്രാദിജാലമതിൽ ബന്ധിച്ചുപോയി, മനസ്സതിൽ പെട്ടുപോയി. അതെത്ര കിട്ടിയാലും തൃപ്തിയില്ല. അതാണ് ശ്രാന്തം നിർവിണ്ണ നിതരാം ഭൂമൻ അസദിന്ദ്രിയ ദർശനാൽ. അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് ഞാൻ അന്ധകാരത്തിൽ പെട്ടുപോയെന്ന്. ഇന്ദ്രിയങ്ങളൊക്കെ അസത്തുക്കളാണെന്ന് പറയാം. എന്താ അസത്തെന്ന് പറഞ്ഞാൽ? സത്തില്ലാത്തത് അല്ലേ? ചിലപ്പോൾ കുട്ടികളെയൊക്കെ ശകാരിക്കുമ്പോൾ അസത്ത എന്നൊക്കെ പറയാറുണ്ട്. അസത്തെന്ന് വെച്ചാൽ സത്തില്ലാത്തതെന്നർത്ഥം, കൊള്ളരുതാത്തത്. ഇന്ദ്രിയങ്ങളൊക്കെ അസത്തുക്കളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതൊക്കെ അസത്തുക്കളാന്ന് പറയാൻ എന്താ കാരണം? രണ്ട് കാരണമുണ്ട് പ്രധാനമായിട്ട്. ഒന്നാമത്തത്, ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അറിവ് പൂർണ്ണമല്ല, ശരിയല്ല. അത് താരതമ്യാത്മകമാണ് അല്ലേ? ഇന്ദ്രിയങ്ങൾ ശരിയായിട്ടുള്ള അറിവ് തരുന്നത് നമുക്ക് തോന്നും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു വസ്തുവിനെ ദൂരെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, അടുത്ത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും. ഇപ്പോൾ ഒരു വിമാനം ആകാശത്ത് കാണുമ്പോൾ ചെറുതാ, ഭൂമിയിൽ വരുമ്പോൾ വലുതാ. കണ്ണ് തരുന്ന അറിവ് ശരിയാണോ? ചെവി തരുന്ന അറിവ് ശരിയാണോ? ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം, ചില ശബ്ദം നമുക്ക് കേൾക്കാൻ വയ്യ. മൂക്ക് തരുന്ന അറിവ് ശരിയാണോ? ചില ഗന്ധങ്ങൾ നമുക്കറിയാം, ചില ഗന്ധങ്ങൾ അറിയാൻ വയ്യ. അതുപോലെ ഏത് ഇന്ദ്രിയവും ആ അറിവ് പൂർണ്ണമല്ല. രണ്ടാമത് എന്താ കുഴപ്പം? ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഒരു കാലത്ത് നമ്മളെ സഹായിക്കും. ആരോഗ്യമുള്ള സമയത്ത് കണ്ണ് ഓരോന്ന് കാണിച്ച് മനസ്സിന് ആസക്തി വളർത്തും. കുറച്ച് കഴിയുമ്പോഴോ കണ്ണിൻ്റെ ശക്തിയൊക്കെ പോയി. എന്നിട്ട് കണ്ണടയുടെ ചില്ല് ഇങ്ങനെ കൂട്ടി എത്ര കൂട്ടിയിട്ട് ഒരു കാര്യമില്ല അല്ലേ? അതേപോലെ ചെവിയോ കേൾക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വളർത്തും. കുറച്ച് കഴിയുമ്പോഴോ ചെവിയുടെ ശക്തി കുറയും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ കുറ്റം പറയാമെന്നാണ് വിചാരം അല്ലേ? നമ്മളെ കുറ്റം പറയാം. നാക്കോ ഓരോന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചു കൊണ്ടിരും. അവസാനം നാക്കിൻ്റെ ശക്തിയൊക്കെ പോയി. എന്നിട്ടോ ഒന്നിനും ഒരു സ്വാദുമില്ല. പ്രത്യേകിച്ച് അവളുടെ കൈ കൊണ്ട് വെച്ചാൽ അല്ലേ, മയമ്മ, ഒന്നിനും ഒരു സ്വാദുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, അവനവൻ്റെ നാക്കിൻ്റെ കപ്പാസിറ്റി പോയതാണ്. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും നമ്മളെ ചതിക്കല്ലേ. അതാണ് അസത് ഇന്ദ്രിയ ദർശനാൽ. ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ആപത്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടത്? ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ടം തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോക്കുഠാരം. ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ടം. ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ. ആ 25-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായം. ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ. ഇവിടെ മുതലാണ് ശരിക്കും സാഖ്യം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം. തന്ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോക്കുഠാരം. ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ടം. എനിക്ക് പ്രകൃതി പുരുഷന്മാരെ തിരിച്ചറിയാനുള്ള മാർഗം ഉപദേശിച്ചു തരണമെന്ന് പറയാണ്. ഇവിടെ മുതലാണ് സാഖ്യം ആരംഭിക്കുക. എന്താ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ കിട്ടില്ല. കാരണം ഇതൊരു 9 അധ്യായത്തിലാണ് ഇവിടെ ഈ കാപിലം. 9 അധ്യായത്തിനെ 1.25 മണിക്കൂർ കൊണ്ട് പറയാമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമല്ല. അപ്പം അതിൻ്റെ ഏകദേശ രൂപം പറയാമെന്ന് മാത്രം. ഇപ്പം പ്രകൃതി പുരുഷൻ ഇതിനെ തിരിച്ചറിയാനുള്ള മാർഗം ഉപദേശിക്കണമെന്ന് പറയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കാണുന്നതൊക്കെ പ്രകൃതിയാണ്. കണ്ണുകൊണ്ട് കേൾക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത് എന്ന് വേണ്ട, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന സകല വിഷയങ്ങളും അത് പ്രകൃതി. മാത്രമല്ല ഇന്ദ്രിയങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്രകൃതിയാണ്. മനസ്സിനെ നമ്മൾ കാണുന്നുണ്ട്, മനസ്സും പ്രകൃതിയാണ്. അപ്പോൾ ഈ ബോധത്തിന് വിഷയമായ സകല വസ്തുക്കളും പ്രകൃതിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയുന്ന വിഷയങ്ങൾ, ഇതെല്ലാം പ്രകൃതി. ഇതാണ് ഗീതയിൽ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സകല വിഷയങ്ങളും. നമ്മുടെ മനസ്സിനെ നമ്മൾ കാണുന്നില്ലേ അല്ലേ? എൻ്റെ മനസ്സിന് സുഖമുണ്ട്, എൻ്റെ മനസ്സിന് ദുഃഖമുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനറിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ അറിവിന് വിഷയമാണ്. അപ്പം മനസ്സും പ്രകൃതിയാണ്, ബുദ്ധിയും പ്രകൃതിയാണ്. എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് എനിക്കറിയാം,
എനിക്ക് ബുദ്ധിയില്ല എന്നും അതെനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും അറിയാം അല്ലേ? അപ്പോൾ എനിക്ക് ബുദ്ധിയുണ്ടെന്നും ബുദ്ധിയില്ലെന്ന് ആരറിഞ്ഞു? ഞാനറിഞ്ഞു. അപ്പോൾ സകല വിഷയങ്ങളെയും അറിയുന്നതായ ബോധം, ആ ബോധം കൊണ്ടറിയുന്ന വിഷയങ്ങൾ, ഇങ്ങനെ രണ്ടല്ലേ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. അപ്പോൾ ഈ ക്ഷേത്രമാണ് പ്രകൃതി. എന്തിനെയൊക്കെ നമ്മൾ അറിയുന്നോ, ഈ ബോധം എന്തിനെയൊക്കെ അറിയുന്നോ അതെല്ലാം പ്രകൃതിയാണ്. ആ എല്ലാത്തിനെയും അറിയുന്ന ബോധമാണ് പുരുഷൻ. പക്ഷേ ഇത് രണ്ടും കൂടി ഇപ്പോൾ കൂടി കലർന്നാണ് ഇരിക്കുക. ഇതാണ് ഹംസാവതാരത്തിൽ ഭഗവാൻ പറയും, എന്തുപോലെ പരസ്പര അനുപ്രവേശാൽ പാലും വെള്ളവും കൂടി കടന്ന പോലെ. പാലും വെള്ളവും കൂടി കടന്നാൽ പാൽ ഏതാണ് വെള്ളം ഏതാണ് നമ്മൾ തിരിച്ചറിയില്ല അല്ലേ? എണ്ണയും വെള്ളവും കൂടി കടന്നാൽ അറിയാം. പാലും വെള്ളവും കൂടി കടന്നാലോ അറിയോ? അറിയാത്തതുകൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നത്, അത് വേറെ കാര്യം അല്ലേ? അറിയാത്തതുകൊണ്ടല്ലേ ചിലരൊക്കെ രക്ഷപ്പെടുക. പാലും വെള്ളവും കൂടി കടന്നാൽ പാൽ ഏതാണ് വെള്ളം ഏതാണെന്ന് തിരിച്ചറിയില്ല. എന്ന പോലെ പ്രകൃതി പുരുഷന്മാരുടെ സങ്കലനം കൊണ്ട് പ്രകൃതി ഏത് പുരുഷൻ ഏത് നമുക്ക് അറിഞ്ഞുവിടാം. നമ്മൾ ശരിക്കും പുരുഷനാണെങ്കിലും പ്രകൃതിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രകൃതിയുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുക. അപ്പോൾ ഈ തിരിച്ചറിവ് കൊണ്ട് ഇതിനെ വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രകൃതിയെ നമുക്ക് വിടാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പറഞ്ഞു, അത്യന്തോപരതിര്യത്ര ദുഃഖസ്യജ സുഖസ്യജ. ഈ അറിവ് കൊണ്ട് ദുഃഖത്തിനും സുഖത്തിനും ആത്യന്തികമായ ഉപരതി ഉണ്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, വളരെ നന്നായി ചോദ്യം. ധിയ അഭിനന്ദിയ എന്നാണ്. അമ്മയുടെ ചോദ്യത്തിനെ മനസ്സുകൊണ്ട് നല്ലോണം അഭിനന്ദിച്ചു അത്രേ. എന്നിട്ടാണ് അവിടെ സാഖ്യ ഉപദേശം ഉണ്ടാവുക. അപ്പോൾ എന്താ സാഖ്യം എന്ന് പറഞ്ഞാൽ? നമുക്കതിൻ്റെ പൊതുവായ ചില കാര്യങ്ങളെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. സാഖ്യം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ജ്ഞാനത്തിനും സാഖ്യം എന്ന് പറയും. ഗീതയിലൊക്കെ സാഖ്യയോഗമുണ്ട് ഇല്ലേ? ഗീതയിലും സാഖ്യയോഗമുണ്ട്. ആ സാഖ്യയോഗം വേറെ. അത് സമ്യഖ്യായതേ പ്രതിപാദ്യതേ ആത്മതത്വം അനേന ഇതി സാഖ്യം. ആത്മതത്വത്തിനെ സമ്യക്കായിട്ട് പറഞ്ഞിരുന്നത് സാഖ്യം. അങ്ങനൊരു സാഖ്യം. ഇനി മറ്റൊന്നുണ്ട്, സംഖ്യായാ നിർവൃത്തം ഇത് സാഖ്യം. സംഖ്യകളെ കൊണ്ട് അറിയപ്പെടുന്നത് സാഖ്യം. രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ജ്ഞാനത്തിനും സാഖ്യയോഗം എന്ന് പറയും, ഇതൊരു സാഖ്യയോഗം. ഈ സാഖ്യം തന്നെ രണ്ട് വിധത്തിലുണ്ട്. അത് നിരീശ്വര സാഖ്യം, ശേശ്വര സാഖ്യം. നിരീശ്വരം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനില്ല. ഈശ്വരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈശ്വരനുണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഈശ്വര വിശ്വാസത്തോടുകൂടി കർമ്മം ചെയ്താലേ ഫലം ഉണ്ടാവും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു മരം നടുമ്പോൾ നാരായണാന്ന് ജപിച്ച് മരം നട്ടാലേ മുളയ്ക്കുള്ളൂ. നാരായണ ജപിക്കാണ്ട് മരം നട്ടാൽ മുളയ്ക്കില്ലേ? ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ ഈശ്വരവിശ്വാസമുള്ളവരെക്കാളും സുഖമായിട്ട് ജീവിക്കണില്ലേ? പിന്നെന്താ ഈശ്വരൻ്റെ ആവശ്യം? ഈശ്വരനൊന്നുമില്ല, ഈ കാണുന്നതൊക്കെ സത്യം. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ സുഖമായിട്ട് ജീവിക്കുക. ഋണം കൃത്വ ഘൃതം പിബേൽ. കടം മേടിച്ചിട്ടാണെങ്കിലും നെയ്യൊക്കെ കഴിച്ച് തടി നന്നാക്കുക. മരിച്ചുപോയാൽ ആരും ചോദിക്കാൻ വരില്ല. നല്ല സിദ്ധാന്തമല്ലേ? നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും. അതുകൊണ്ടാണ് അതിനെ ചാർവാക മതം എന്ന് പറയുക. ചാർവാകം എന്ന് വെച്ചാൽ ചാരുവായ വാക്ക്. ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ നിരീശ്വര സാഖ്യം പറയുന്നുണ്ട്. എവിടെയാ? ഇന്ദ്രയാഗം മുടക്കുന്ന സമയത്ത്. ഇന്ദ്രനെ യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഈശ്വരനൊന്നുമില്ല, അവരവർ ചെയ്ത കർമ്മത്തിന് ഫലം അവരവർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിരീശ്വര സാഖ്യം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കും. അതാണ് നിരീശ്വര സാഖ്യം. ശേശ്വര സാഖ്യം അങ്ങനെയല്ല, ഈശ്വരനുണ്ട് എന്ന് പറയുന്ന ശേശ്വര സാഖ്യം. അപ്പോൾ ആ സാഖ്യത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവരെയും ഉള്ളിലിരിക്കുന്ന ആ ബോധം തന്നെയാണ് ഈശ്വരൻ. എല്ലാവരിലും ഉണ്ട് ആ ബോധം. അപ്പോൾ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ബോധത്തിനെ ഈശ്വരൻ എന്ന് പറയും. നമ്മളിൽ മാത്രമുള്ള ആ ബോധത്തിനെ ജീവൻ എന്നും പറയും. ഇത് രണ്ടും രണ്ടല്ല. അത് ബ്രഹ്മോപദേശത്തിൽ ഉദാഹരണം പറയില്ലേ? കുടത്തിനകത്തുള്ള ആകാശവും കുടത്തിന് പുറത്തുള്ള ആകാശവും രണ്ടാകാശമല്ലല്ലോ. രണ്ടാകാശം ഉണ്ടോ? കുടത്തിന് പുറത്തൊരാകാശം, അകത്തെ ആകാശം നമ്മൾ പറഞ്ഞാലും, പുറത്തുള്ളതിനെ മഹാകാശം എന്നും അകത്തുള്ളതിനെ ഘടാകാശം എന്ന് പറഞ്ഞാലും രണ്ടാകാശമില്ലല്ലോ, ആകാശം ഒന്നല്ലേ ഉള്ളൂ. എന്ന പോലെ എല്ലാത്തിലും നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളതിനെ ഈശ്വരൻ എന്ന് പറയും. നമ്മളിൽ മാത്രമുള്ളപ്പോൾ അതിനെ ജീവൻ എന്നും പറയും. അതാണ് ജീവോ ബ്രഹ്മ ഇവ നാപര. ഇത് രണ്ടും രണ്ടല്ല. അപ്പോൾ അവരുടെ ശേശ്വര സാഖ്യത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയുള്ള ആളല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ഈശ്വരൻ. ഇതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പറ്റുമോ? മറ്റെന്തിനേയും നമുക്ക് നിഷേധിക്കാം. പക്ഷെ ഞാനില്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമോ? ഞാനിവിടെ നിന്നിട്ട് ഞാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ? ഞാൻ തന്നെയാണ് ഞാനില്ല എന്ന് പറയണത് അല്ലേ? ഒരാൾ പറയുകയാണ് എനിക്ക് നാക്കില്ല, വിശ്വസിക്കുമോ? നാക്കില്ല. എന്താ? നാക്കൊണ്ട് തന്നെയാണ് പറയണത്.
അപ്പോൾ അതിനെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കാനേ സാധ്യമല്ല. കാരണം ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ ഇല്ല എന്ന് പറയണതും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വയ്യ. അപ്പോൾ ശേശ്വര സാങ്കേത്തിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരനുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാവുക. ബോധമില്ലാത്ത ആൾക്ക് പ്രപഞ്ചം ഉണ്ടോ? ഇതാണ് ആചാര്യസ്വാമികൾ ആ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിരുവത്ഭൂതം യഥാ നിദ്രയാ യസ് സാക്ഷാൽ കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാ. അവനവൻ്റെ ആത്മസ്വരൂപം തന്നെയാണ് ബോധരൂപത്തിൽ ഈ പ്രപഞ്ചത്തിനെ അറിയുന്നതെന്ന്. അപ്പോൾ ശൈശ്വര സാഖ്യം, നിരീശ്വര സാഖ്യം, രണ്ട് സാഖ്യമുണ്ട്. അതിൽ കപിലവാസുദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ശൈശ്വര സാഖ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അമ്മയുടെ ചോദ്യം എന്താ? പ്രകൃതിയെയും പുരുഷനെയും തിരിച്ചറിയാനുള്ള മാർഗം ഉപദേശിക്കണമെന്നല്ലേ? അപ്പോൾ ആ ചോദ്യം മറക്കരുത്. ചോദ്യത്തിൽ നിന്ന് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പ്രകൃതിയെയും പുരുഷനെയും തിരിച്ചറിയാനുള്ള മാർഗം എന്താ? അപ്പോൾ ആദ്യം പറഞ്ഞു ഭക്തി കൊണ്ടാണ് ഇത് സാധിക്കുക. എന്തൊക്കെ? ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന. അവിടെ 18-ാമത്തെ ശ്ലോകത്തിൽ കാണാം. 25-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ കാണാം. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിഞ്ച ഹതൗജസം. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന. ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തി കൊണ്ട് ഇത് തിരിച്ചറിയാം. കേവല ഭക്തിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഭക്തി കാണുന്നുണ്ട് അല്ലേ? ഗുരുവായൂർ കുറേ അധികം ആൾ കൂടുന്നുണ്ട്, ശബരിമലയിൽ ആൾ കൂടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊക്കെ ഒരു ആവേശഭക്തിയാണ്. അതിനെന്താ തെളിവ്? ആ ഭക്തി അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്നില്ല. ഇപ്പോൾ ശബരിമലയ്ക്കും ഗുരുവായൂരും പോകുന്ന ആളിലൊക്കെ നന്നായി പോവുകയാണെങ്കിൽ ഈ നാട് പണ്ടേ നന്നായേനെ അല്ലേ? അവിടെ എത്ര ആൾ കൂടുണ്ടോ അത്രയും നാട്ടിൽ കൊള്ളരായ്മയും കൂടുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ അതൊരു മാറ്റം വരുത്തുന്നില്ല. അത് കേവലം ഒരു ആവേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്കുമ്പോൾ കേൾക്കാറില്ലേ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മുദ്രാവാക്യം വിളിക്കണമല്ലോ, എപ്പോൾ കിട്ടും? ഇപ്പം കിട്ടും. ഇത് കിട്ടിയാൽ പിന്നെ ആരെങ്കിലും അങ്ങോട്ട് പോവോ? അതൊക്കെ ഇങ്ങനെ ഒരാവേശം കാണിക്കലേ ഉള്ളൂ. അതല്ല, ജ്ഞാനവൈരാഗ്യയുക്തേന, ജ്ഞാനവൈരാഗ്യമുള്ള ഭക്തി കൊണ്ട് ഈ പ്രകൃതി പുരുഷന്മാരെ തിരിച്ചറിയാം. ഇതാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ ഈ 9 അധ്യായം 9 ശ്ലോകത്തിൽ ചുരുക്കി പറയും. മമ ഗുണഗണലീല കർണനീ കീർത്തനാദ്യൈ മൈ സുരസരിതോഹപ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരതിത്വം ദേവഹൂത്യൈ നഗാദി. മമ ഗുണഗണലീലാകർണനീ കീർത്തനാദ്യൈ. ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടും കഥാശ്രവണം കൊണ്ടും മൈ സുരസരിതോഹപ്രഖ്യചിത്താനുവൃത്തി. മനസ്സ് ഗംഗാനദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ ഭഗവാനിലേക്ക് ഒഴുകുക. അങ്ങനെ വരുമ്പോൾ ആ ഭക്തി കൊണ്ട് പ്രകൃതി പുരുഷന്മാരെ വേഗം തിരിച്ചറിയാൻ സാധിക്കും. ആദ്യം ഒരധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഭക്തി കൊണ്ട് പ്രകൃതി പുരുഷന്മാരെ തിരിച്ചറിയാം. ഞാൻ വളരെ ചുരുക്കത്തിൽ ഒരു അധ്യായ സംഗ്രഹമേ പറയുള്ളൂ, അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ 26-ാമത്തെ അധ്യായത്തിലാണ് പ്രകൃതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 24 തത്വങ്ങൾ ചേർന്നതാണ് പ്രകൃതി. 24 തത്വങ്ങളാണ്. അതിപ്പോൾ ഈ വൈശേഷിക സൂത്രത്തിൽ 5ആയിട്ട് അതിനെ തിരിക്കാറുണ്ട്. അതിൽ ഖരം, ദ്രവം, ഉഷ്ണം, അതുപോലെ വായു, ആകാശം, ഇങ്ങനെ 5ആയിട്ട് തിരിക്കും. സാധാരണ ഭൗതിക ശാസ്ത്രങ്ങളിലൊക്കെ ഖരം, ദ്രവം, വാതകം, ഇങ്ങനെ 3 ഉള്ളൂ. ഖരം, ദ്രവം, വാതകം. വൈശേഷിക സൂത്രങ്ങളിൽ 5ആയിട്ട് തിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ഒരു വസ്തു ഖരവസ്തു എന്ന് പറയാം, ദ്രാവകം എന്ന് പറയാം, വാതകം എന്ന് പറയാം. അഗ്നി ഏതാ? ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ? അഗ്നി പറയാൻ പറ്റില്ല. അപ്പോൾ അഗ്നി വേറെ തത്വമായിട്ട് പറയും. അതുപോലെ ആകാശം, ആകാശം ഖരമാണോ, വാതകമാണോ, ദ്രാവകമാണോ? പറയാൻ പറ്റില്ല. അപ്പോൾ സുഷിരം, ആകാശം, ഇങ്ങനെയൊക്കെ വൈശേഷിക സാഖ്യങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഈ 5 വിഭാഗമായിട്ടും തിരിക്കാം. അതിന് 24 തത്വങ്ങളായിട്ടും തിരിക്കാം. 24 തത്വങ്ങളെക്കുറിച്ചാണ് 26-ാമത്തെ അധ്യായത്തിൽ. എന്താ 26-ാമത്തെ അധ്യായത്തിൽ അത് പറയാൻ കാരണം? 24 തത്വങ്ങൾ, പിന്നെ അതിന് ചൈതന്യം, പുരുഷൻ. 24 തത്വങ്ങൾ പ്രവർത്തിക്കുന്ന ചൈതന്യം പുരുഷൻ, അത് ഈശ്വരൻ.
അങ്ങനെ 6 പുരുഷനും ഈശ്വരൻ, അല്ലെങ്കിൽ 24 തത്വങ്ങൾ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ പുരുഷൻ, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഈശ്വരൻ. അങ്ങനെ 26 തത്വങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ 26ാമത്തെ അധ്യായത്തിന് അത് പറയാം. ഏതാ 24 തത്വങ്ങൾ? അവിടെ ഒരു 62 ശ്ലോകത്തിലാണ് 24 തത്വങ്ങളെക്കുറിച്ച് പറയാം. 62 ശ്ലോകമാണ്. അപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് മേൽപ്പത്തൂരിനെ ഒന്ന് സഹായത്തിന് വിളിച്ചാൽ അദ്ദേഹം നമ്മൾ നല്ലോണം സഹായിക്കും. കാരണം ശ്ലോകത്തിൽ അത് പറഞ്ഞുതരും. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവി ഹൃദപിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേസോ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവി ഹൃദപി ദശാക്ഷി, ഇങ്ങനെ 7 പ്രകൃതി തത്വം, മഹത്വത്വം, അഹങ്കാരം. അതെന്താണെന്നൊന്നിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. പ്രകൃതി തത്വം, മഹത്വം, ഇതൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. പ്രകൃതി എന്താണ്, മഹത്തത്വം എന്താണ്, അഹങ്കാരം എന്താണൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതി തത്വം, മഹത്വത്വം, അഹങ്കാരം, ഇത്രയും 3. പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച, പഞ്ചഭൂതങ്ങളുള്ള തന്മാത്രകൾ 5. 5 3 8. പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി, പഞ്ചഭൂതങ്ങൾ 5. ഇപ്പം എത്രയായി? 8 5 13. ഹൃദയം, അന്ധകരണം, അപ്പോൾ 13 1 14. ദശാക്ഷി, 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അപ്പോൾ 5 5 10 14 24. ഈ 24 തത്വങ്ങളുടെ ഗുണദോഷങ്ങളെ അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അഗ്നിയുടെ ഗുണം എന്താണ്, വായുവിൻ്റെ ഗുണം എന്താണ്, ആകാശത്തിൻ്റെ ഗുണം എന്താണ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഗുണങ്ങളും അത് വിസ്തരിച്ച് അവിടെ പറയുകയാണ്. അതാണ് 26ാമത്തെ അധ്യായത്തിലാണ് ശരിക്കും ആ സാഖ്യം വരിക. അപ്പോൾ 24 തത്വങ്ങൾ. ഈ 24 തത്വങ്ങൾക്കും പ്രവർത്തനശേഷിയില്ല. 24 തത്വങ്ങൾ ജഡാണ്. അതിൽ പൂരുഷ പഞ്ചവിംശ, 25ാമത്തെ തത്വമായിട്ടുള്ള പുരുഷൻ, ചൈതന്യം പ്രവേശിക്കുമ്പോഴേ അത് പ്രവർത്തിക്കുള്ളൂ. പിന്നെ ഇതിനെല്ലാം ആധാരമായിട്ടുള്ള ഈശ്വരതത്വവും. അങ്ങനെ 26 തത്വങ്ങളാണ് ശരിക്ക്. അതുകൊണ്ടാണ് 26ാമത്തെ അധ്യായത്തിൽ തന്നെ അത് പറയാം, 26 തത്വങ്ങളെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവി ഹൃദപിദശാക്ഷി പൂരുഷ പഞ്ചവിംശ, 25ാമത്തെ പുരുഷൻ. ഇനി പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് 27ാമത്തെ അധ്യായത്തിൽ പറയാം. ഞാനിങ്ങനെ ഓടിപ്പോവാണ്, അതിന് ഓരോന്ന് നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് നിന്ന് പോയാൽ കൊടുക്കും. 27ാമത്തെ അധ്യായത്തിലാണ് പുരുഷൻ എന്താന്ന് പറയാം. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ മലയാളത്തിൽ ആണ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലല്ല. പൂരണാൽ സദനാൽ ചെയ്വ തതോസോ പുരുഷോത്തമ. പൂരണാൽ സദനാൽ ചെയ്വ, എല്ലാത്തിലും ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ചൈതന്യത്തിനെയാണ് പുരുഷൻ എന്ന് പറയുക. അപ്പോൾ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പുരുഷൻ വേണം. പുരുഷനെ പ്രവർത്തിക്കണമെങ്കിലോ പ്രകൃതി എന്ന് പറഞ്ഞൊരു മാധ്യമം വേണം. അതാണ് ശിവനും ശക്തിയും, ശിവശക്തിയായ യുക്തത. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ശിവലിംഗം ഈ തത്വമാണ്. ശിവലിംഗത്തിലെ പീഠം എന്ന് പറയുന്ന പ്രകൃതി, അതിലിരിക്കുന്ന ലിംഗം എന്ന് പറയുന്ന പുരുഷൻ. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴേ അത് പ്രവർത്തിക്കുള്ളൂ. പുരുഷന് പ്രവർത്തിക്കണമെങ്കിൽ പ്രകൃതി വേണം, പ്രകൃതിക്ക് പ്രവർത്തിക്കണമെങ്കിലോ പുരുഷൻ്റെ സഹായവും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യന്ത്രം ഇത് പ്രവർത്തിക്കണമെങ്കിൽ യന്ത്രം മാത്രം ഉണ്ടായാൽ പോരാ, അതിലെന്ത് വേണം? വിദ്യുച്ഛക്തി വേണം. വിദ്യുച്ഛക്തി മാത്രം ഉണ്ടായത് പ്രവർത്തിക്കുമോ? നിങ്ങൾ ശബ്ദം കേൾക്കുമോ? ഇപ്പോൾ യന്ത്രം വേണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരം നോക്കുക, ശരീരത്തിൽ കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാ സാധനമുണ്ട്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ ശിവൻ വേണം, ഇല്ലേ? ശിവൻ പോയാൽ ശിവൻ്റെ വള്ളി കളയും, ഇല്ലേ? ശിവൻ്റെ വള്ളി കളഞ്ഞാൽ പിന്നെ എന്തായി? ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാളെ നോക്കുക, മരിച്ചു കിടക്കുന്ന ഒരാളുടെ കണ്ണ്, കയ്യ്, കാല്, മൂക്ക് എല്ലാം അവിടെ തന്നെ ഇടെങ്ങും പോയിട്ടില്ല. പക്ഷെ എന്താ പ്രവർത്തിക്കാത്തത്? എന്തോ ഒന്ന് പോയി, അല്ലേ? നമ്മൾ കണ്ടോ എന്തെങ്കിലും പോണത്? മരിക്കുമ്പോൾ എന്തെങ്കിലും സാധനം ഇങ്ങനെ മുകളിലേക്ക് പോകണം നമ്മൾ കാണുന്നുണ്ടോ? പക്ഷെ എന്തോ ഒന്ന് പോയി, എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് സൂക്ഷ്മമാണെന്നർത്ഥം. ഇപ്പോൾ ശരീരത്തിൽ കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ശിവൻ വേണം. ശക്തിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ശിവൻ വേണം. അതാണ് മരിച്ചു കിടക്കുന്ന ആൾ പ്രവർത്തിക്കാത്തത്. അയാൾ കണ്ണില്ലാഞ്ഞിട്ടാണോ കാണാത്തത്? ചുണ്ടില്ലാഞ്ഞിട്ടാണോ ചിരിക്കാത്തത്? മരിച്ചു കിടക്കുന്ന ആൾ ചിരിക്കാൻ തുടങ്ങിയാലും ബുദ്ധിമുട്ടാവും, ഇല്ലേ? മരിച്ചു കിടക്കുന്ന ആളുടെ നെഞ്ചത്ത് നമ്മൾ വല്ല മാലയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ കിടന്ന് പതുക്കെ താങ്ക്സ് എന്നെങ്ങാനും പറഞ്ഞാൽ
പിന്നത്തെ ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പറയാത്ത നന്നായി അല്ലേ. അപ്പോൾ മരിച്ചു കിടക്കുന്ന ആൾക്ക് ശരീരം ഇല്ലാഞ്ഞിട്ടില്ല, അതിൽ ചൈതന്യം ഇല്ല, ശിവനില്ലാത്തപ്പോൾ അത് ശവായി. അപ്പോൾ പ്രകൃതിയും പുരുഷനും ചേർന്നാണ് 25ാമത്തെ തത്വമാണ് പുരുഷൻ. ഇത് തിരിച്ചറിയണം. ഇത് വിദിത വിഭാഗോ. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണം? മുച്ചദേശോ പ്രകൃത്യ. പ്രകൃതിയിൽ നിന്ന് വിടണം. പ്രകൃതി ശാശ്വതമല്ല, അത് മാറുന്നതാണ്. അത് ഒരിക്കലും നമുക്ക് സുഖം തരില്ല എന്ന് മനസ്സിലാക്കി പ്രകൃതിയെ വിടണം. അതാണ് മുച്ചദേശോ പ്രകൃത്യ. ഈ വിഷയങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് വലിയ പ്രയോജനമില്ല. വസ്തുസ്വരൂപം നിജബോധചക്ഷുഷ സ്വേനൈവ വേദ്യം നതു പണ്ഡിതേന. വസ്തുസ്വരൂപത്തിനെ അവനവൻ്റെ അനുഭവത്തിൽ അറിയണം, അല്ലാതെ കേട്ടറിഞ്ഞുകൊണ്ട് അതൊരു അറിവ്, ഒരു ബൗദ്ധികമായ ബഹിരംഗ വിജ്ഞാനം എന്നതിനെ പറയും. ഇപ്പോൾ പല ആളുകളും അങ്ങനെയുണ്ട്. ശാസ്ത്രങ്ങളൊക്കെ പഠിക്കും, വേദം അറിയാം, കാണാണ്ടി എല്ലാം അറിയാം, ഭാഗവതം എത്ര ശ്ലോകം ഉണ്ടെന്നറിയാം, സകലം കണ്ണി കണ്ട് എവിടെ നിന്നൊക്കെയാവും ഉദ്ധരിക്കാമെന്നൊന്നും അറിഞ്ഞിടാം, പ്രസംഗമൊക്കെ കേമായി. പക്ഷേ അനുഭവം എത്രയുണ്ടെന്ന് ചോദിച്ചാലോ? അതാണ് വസ്തുസ്വരൂപം നിജബോധചക്ഷുഷ തേനൈവ വേദ്യം നതു പണ്ഡിതേന. ചന്ദ്രസ്വരൂപം നിജചക്ഷുഷൈവ. ചന്ദ്രൻ്റെ സ്വരൂപം അവനവൻ്റെ കണ്ണുകൊണ്ട് കണ്ടറിയണം, അല്ലാതെ കേട്ടറിഞ്ഞാൽ പോരാ. അപ്പോൾ കൂടുതൽ വിഷയങ്ങളെ മനസ്സിലാക്കലല്ല പ്രധാനം. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് വിവേക ചൂടാമണി പറയും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞതിനെ അനുഭവിക്കലാണ് നല്ലത്, അല്ലേ? പല ആളുകളും ഇപ്പം അങ്ങനെയാണ്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലാക്കാമെന്നാണ് വിചാരം. മനസ്സിലിപ്പോൾ തന്നെ കുറേ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാരം തന്നെ താങ്ങാൻ വയ്യ. ഇനി കുറേയും കൂടി മനസ്സിൽ ആക്കി വെച്ചിട്ട് എന്താ കാര്യം, അല്ലേ? മനസ്സിലാക്കി വയ്ക്കുകയല്ല, ഉള്ളതിനെ അനുഭവിക്കലാണ് പ്രധാനം. അപ്പോൾ എങ്ങനെയാണിത് അനുഭവിക്കാൻ സാധിക്കുക? പ്രകൃതി എന്താണെന്ന് മനസ്സിലായി, പുരുഷൻ എന്താണെന്ന് മനസ്സിലായി, അതുപോരാ. ഇത് വിദിത വിഭാഗോ മുച്ചതേസോ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാതി. പ്രകൃതി പുരുഷന്മാരെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ വിടുവിച്ച് പുരുഷനിൽ ഉറപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് സാധിക്കുക എന്നായി. അപ്പോഴാണ് എങ്ങനെയാണ് ഈ മനസ്സിനെ പുരുഷനിൽ ഉറപ്പിക്കുക? അതിനാണ് ധ്യാനം കൊണ്ട് അത് സാധിക്കുമെന്ന് പറയും. ധ്യാനമാർഗം. അവിടെയാണ് അഷ്ടാംഗയോഗം പറഞ്ഞു കൊടുക്കുക. 8 അംഗങ്ങളോട് കൂടിയ ധ്യാന സമ്പ്രദായം പറഞ്ഞു കൊടുക്കും. എന്താ 8 അംഗങ്ങൾ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8 അംഗങ്ങളാണ്. ഇതിനാണ് സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ എന്ന് മേൽപ്പത്ത് വരും. 8 വിധത്തിലാണ്. അഷ്ടാംഗ യോഗം എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ 7ാമത്തെ പടിയാണ് ധ്യാനം, 8ാമത്തെ പടിയാണ് സമാധി. അപ്പോൾ അതിന് ഈ ധ്യാനത്തിന് വേണ്ടിയുള്ള പരിശീലനം, ധ്യാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ആദ്യത്തെ പറഞ്ഞ 6. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ഈ 6 പടി കടഞ്ഞ് 7ാമത്തെ പടിയിലാണ് ധ്യാനം. ഇതാണ് പണ്ടൊരു പാട്ട് പാടാറില്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും. ഈ പടിയാണ്. അതുകൊണ്ട് വൈക്കത്തമ്പലത്തിൽ 6 പടി ഉണ്ടോയെന്ന് എണ്ണി നോക്കണ്ട, അവിടെ പോയിട്ട് ഈ 6 പടി കടന്നാൽ മതി. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. അപ്പോൾ ഈ 6 പടികൾ ഏതൊക്കെയാണ്? യമം, നിയമം. ഞാനത് ചുരുക്കി പറയാം. അതിൻ്റെ അർത്ഥം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. യമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രണം, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ. നിയമം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നിയന്ത്രണം. മനസ്സിനെ ശരീരത്തിനെ നിയന്ത്രിക്കുക. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. ശരീരത്തിനെ നിയന്ത്രിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ വയ്യ. മനസ്സിന് നിയന്ത്രണം ഇല്ലാത്ത ഒരാൾക്ക് ശരീര നിയന്ത്രണം ഉണ്ടാവില്ല. അവനവൻ്റെ മനസ്സിനെ അവരവർ തന്നെ നിയന്ത്രിക്കുക, അല്ലേ? എന്താ? ഈശ്വരൻ നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ശരീരം മാത്രമല്ലേ കാണുള്ളൂ, മനസ്സ് കാണില്ല. മനസ്സുകൊണ്ട് എന്ത് വേണമെങ്കിൽ കാണിക്കുക, ഒരാളും അറിയില്ലല്ലോ. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം, മനോനിയന്ത്രണമാണ് യമം, ശരീര നിയന്ത്രണമാണ് നിയമം എന്ന് ചുരുക്കത്തിൽ. അതൊന്നുമല്ല, ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം പറയാം. മനസ്സിനെ നിയന്ത്രിക്കലാണ് യമം, ശരീരത്തിനെ നിയന്ത്രിക്കലാണ് നിയമം. യമം, നിയമം. ആസനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരം സുഖം ആസനം, സ്വസ്ഥമായിട്ട് സുഖമായിട്ടിരിക്കാൻ സാധിക്കുക. ഇത് യോഗശാസ്ത്രത്തിൽ പതഞ്ജലി മഹർഷി പല ആസനങ്ങൾ പറയും. പത്മാസനം തുടങ്ങിയിട്ടുള്ള അനേക ആസനങ്ങൾ. എങ്ങനെ ഇരുന്നാലാണോ നമ്മുടെ ശരീരത്തിന് സ്വസ്ഥത കിട്ടുക, നട്ടെല്ല് നിവർന്ന് കൈ രണ്ടും മടിയിൽ വെച്ച്. ഗീതയിലുണ്ടല്ലോ ധ്യാന യോഗം പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആസനം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സ്വസ്ഥമായിട്ട് റിലാക്സ്ഡായിട്ട് ശരീരത്തിന് ബലം കൊടുക്കാതെ
ഏതാണ്ടൊരു 3 നാഴിക സമയമെങ്കിലും ഇരിക്കാൻ സാധിച്ചാൽ ആസനജയം വന്നു എന്നാണ്. ഏതാണ്ടൊരു 1-1.25 മണിക്കൂർ സമയം സ്വസ്ഥമായിട്ട് ഒട്ടും ബലം കൊടുക്കാതെ ഇരിക്കാൻ സാധിക്കാം. പറ്റുമോ? ആടി തുടങ്ങും അല്ലേ? ഒക്കെ ചാര്യശീലകളാണെന്നാണ് പറയുക. എവിടെയെങ്കിലും ചാരിയായിരിക്കും. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് വിഷമമാണ്. അത് പരിശീലിക്കണം ഗുരുവിൽ നിന്ന്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ 4ാമത്തെ പടി. പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണനെ നിയന്ത്രിക്കുക. പൂരകം, കുംഭകം, രേചകം, ഇങ്ങനെ പ്രാണനെ ശ്വാസത്തിന് ഉള്ളിലേക്ക് വലിക്കുന്ന പൂരകം, ഉള്ളിൽ നിർത്തുന്ന കുംഭകം, പുറത്തേക്ക് വിടുന്ന രേചകം. ഇത് ബാഹ്യകുംഭകം, ആന്തരകുംഭകം 2 വിധത്തിലുണ്ട്. അതിന് കണക്കൊക്കെ ഉണ്ട്. ഇത്ര മാത്രം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ഇത്ര മാത്രം കൊണ്ട് പുറത്തേക്ക് വിടുക. ഇത് രണ്ടും ഒരു ഗുരുവിൽ നിന്നേ അഭ്യസിക്കാവൂ. ആസനവും പ്രാണായാമവും ഗുരുവിൽ നിന്നേ അഭ്യസിക്കാവൂ. പുസ്തകം വായിച്ച് ചെയ്യരുതെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ അനുസരിച്ച് ഗുരു നിശ്ചയിക്കണം ഏത് ആസനമാണ് പറ്റിയതെന്നൊക്കെ. അല്ലാതെ വല്ല പടത്തിലൊക്കെ കാണിച്ച് പുസ്തകത്തിൽ കാണിക്കണ പോലെയൊക്കെ യോഗാസനം ചെയ്യാൻ തുടങ്ങിയാൽ, ഒരാൾ ഈ TV കണ്ട് യോഗാസനം പഠിച്ച കഥ പറഞ്ഞു കഴിഞ്ഞ ദിവസം. TV കാണിക്കണ പോലെ ഇയാൾ വളരെ കഷ്ടപ്പെട്ട് കയ്യും കാലമൊക്കെ പണിച്ചൊരു പാകത്തിനായി. അപ്പോൾ പറഞ്ഞു ബാക്കി അടുത്ത ആഴ്ചയാണ്. ഇനി അഴിക്കണമെങ്കിൽ ഒരാഴ്ച കഴിയണം. അപ്പോൾ അങ്ങനെയൊക്കെ യോഗാസനം ശീലിച്ച് അപകടമാവും. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് പഠിക്കാവൂ. അപ്പോൾ ആസനം, പ്രാണായാമം 3ാമത്തെയും 4ാമത്തെയും. പ്രത്യാഹാരം എന്ന് പറഞ്ഞാലോ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം 5ാമത്തത്. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് നിയന്ത്രിക്കുക. ഇപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് അല്ലേ? കണ്ണ്, മൂക്ക്, നാക്കൊക്കെ പുറത്തേക്കല്ലേ? അതിനെ ബലം പിടിക്കാതെ, ബലം പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. യഥാ സംഹരതേജായം കൂർമ്മോങ്കാനീവ സർവശ. ആമ അതിൻ്റെ കയ്യും കാലും ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ അനായാസമായി ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിക്കാൻ സാധിക്കുക. പിന്നെ ധാരണ, അതിനെ ഉള്ളിൽ തന്നെ നിർത്തുക. ഈ 6 പടി കിടന്നിട്ട് വേണം 7ാമത്തെ ധ്യാനത്തിലേക്ക് കിടക്കാൻ. അല്ലാതെ ധ്യാനം ഒന്നും അങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് ധ്യാനം പഠിപ്പിച്ചു വിടാമെന്ന്. അങ്ങനെ ഒന്നും ധ്യാനം പഠിച്ചാൽ അതാവില്ല. അതിന് ശാസ്ത്രീയ സമ്പ്രദായമുണ്ട്. ഈ 6 പടി കടന്നിട്ട് വേണം ധ്യാനിക്കാൻ. ധ്യാനിക്കണമെങ്കിൽ നമുക്കൊരു രൂപം വേണം. അതുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ യോഗസ്യ ലക്ഷണം വക്ഷ്യേ. 28ാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം. യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോ ഏനൈവ വിധിന പ്രസന്നം യാതി സൽപഥം. യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ എന്നവിടെ പറയുന്നുണ്ട്. സബീജസ്യ എന്ന് പറഞ്ഞാൽ എന്താ? സഗുണധ്യാനം. സഗുണ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ ഭഗവാന്റെ ഒരു രൂപത്തിനെ മനസ്സിൽ ആദ്യം ധ്യാനിക്കുക. അത് അവിടെ ഒരു 5 ശ്ലോകത്തിൽ ആദ്യം തന്നെ ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുക്കും. 5 ശ്ലോകമാണ്. അതിനെ സമഷ്ടി ധ്യാനം എന്ന് പറയും. ഒരു വേറെ സ്ഥലത്ത് സമസ്ത വ്യസ്ത ജന്തയ എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ സമസ്തം, സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു 5 ശ്ലോകത്തിൽ ഭഗവാന്റെ രൂപം അവിടെ വർണ്ണിച്ചു കൊടുക്കുക. പക്ഷേ നമ്മുടെ മനസ്സിനൊരു കുഴപ്പമുണ്ട്, അടങ്ങി നിൽക്കാൻ ഇഷ്ടമല്ല അല്ലേ? നമ്മളുടെ മനസ്സിന് 2 ജോലി അറിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഓടി നടക്കണം, അല്ലെങ്കിൽ ഉറങ്ങണം. അതാണ് ഇവിടെ ഇരിക്കുമ്പോൾ വേഗം ഉറക്കം വരണം ചിലർക്കൊക്കെ. എന്താ? ഓട്ടമില്ലാണ്ടായി ഉറങ്ങണം അല്ലേ? ഈ 2 പണിയേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഒരു രൂപത്തിൽ മനസ്സ് നിൽക്കില്ല. മനസ്സിങ്ങനെ അവിടെ പോകുമ്പോഴേക്ക് വേറെ വിഷയത്തിലേക്ക് ചാടി പോകും. അപ്പോൾ അതിനെന്ത് വേണം? അതിനെ പ്രത്യേകം വ്യസ്തം, വെഷ്ടി, ഓരോന്നിനെ ധ്യാനിക്കുക. അവിടെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഒരു വർണ്ണനയുണ്ട്. പാദാദികേശം എന്ന് പറഞ്ഞാൽ പോരാ, ശ്രീപാദം മുതൽ അവിടുത്തെ ശ്രീകേശം വരെ ധ്യാനിക്കുക എന്ന് പറയണം. 2 ശ്ലോകം ഭഗവാന്റെ പാദങ്ങളെ വർണ്ണിക്കുക അവിടെ. സഞ്ചിന്തയൽ ഭഗവത ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ജനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭിരാഹതമഹധൃതയന്ധകാരം യച്ഛൗജ നിസൃത സരിൽ പ്രവരോദകേന തീർത്ഥേന മൂർധ്നധികൃതേന ശിവശിവോ ഭൂൽ ധ്യാതുർമനശമലശൈലം സൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവത ചരണാരവിന്ദം. 2 ശ്ലോകം ഭഗവാന്റെ പാദങ്ങളെ വർണ്ണിക്കും. പിന്നെ കണങ്കാലുകൾ, പീതാംബരം, അവിടുത്തെ ഒതുങ്ങിയ ഉദരം, വിരിഞ്ഞ മാരടം, അവിടെ ശ്രീവത്സ് എന്നിവരായിട്ടുള്ള മറുക്, അനേകം രത്നമാലകൾ, മുത്തുമാല, വനമാല, 4 കൈകൾ, ആ 4 കൈകളിൽ 4 ദിവ്യായുധങ്ങൾ, ശംഖ് പോലെ മനോഹരമായ കഴുത്ത്, അവിടുത്തെ തിരുമുഖം, ആ പൊൻകിരീടം, അവിടം വരെ അങ്ങോട്ട് ധ്യാനിക്കുക. അവിടെ എത്തുമ്പോഴേക്ക് മനസ്സ് ചാടാൻ തുടങ്ങും. അപ്പം മുകളിൽ നിന്ന് താഴത്തേക്ക് ധ്യാനിക്കുക. ഇങ്ങനെ പാദാദികേശം ധ്യാനിക്കുക. ഇത് യോഗശാസ്ത്രത്തിലെ ധ്യാന സമ്പ്രദായമാണ്. യോഗശാസ്ത്രത്തിലും ഭക്തിശാസ്ത്രത്തിലും ഉണ്ട് ധ്യാനം. പക്ഷേ വ്യത്യാസമുണ്ട്. യോഗശാസ്ത്രത്തിലെ ധ്യാനം പാദാദികേശ ധ്യാനമാണ്. ഭക്തിശാസ്ത്രത്തിലെ കേശാദിവാദ ധ്യാനമാണ്.
അതുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ 100ാമത്തെ ദശകത്തിൽ എവിടുന്നാ തുടക്കം? അവിടുത്തെ ശിരസ് മുതൽ താഴത്തേക്കാണ് തുടക്കം, അല്ലേ? അതാണ് വ്യത്യാസം. അവിടെ നീലാഭം കുഞ്ചിതാഗ്രം തുടങ്ങിയിട്ട് താഴത്തേക്ക് വരും. ഇവിടെ മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് പോകും. രണ്ട് വ്യത്യാസമുണ്ട്. യോഗശാസ്ത്രത്തിൽ പാദാദികേശവും ഭക്തിശാസ്ത്രത്തിൽ കേശാദിപാദവുമായിട്ട് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഭഗവാന്റെ ആ രൂപം ഇങ്ങനെ ധ്യാനിച്ച് മനസ്സ് എവിടെയെങ്കിലും ഉറയ്ക്കും. മനസ്സിന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ആ രൂപത്തിനെ വിട്ടുകളയണം. അതാണ് ചിത്തപടിശം ശനകീർവിയുങ്തേ, മനസ്സാകുന്ന ചൂണ്ടക്കുളത്ത് ഊരിയെടുക്കണം എന്നാണ് പറഞ്ഞത്. മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ചൂണ്ടക്കുളത്ത് ഊരിയെടുക്കുന്നത് പോലെ മനസ്സിന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രൂപം ആവശ്യമില്ല. ഇത് ഭാഗവതത്തിൽ പല സ്ഥലത്ത് ഇതിൻ്റെ സൂചനകളുണ്ട്. എന്താണ് ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണിക്കുമ്പോൾ ഭാഗവതം പറയും നിവാനഹനിത്രമിന്ദ്രയെന്ന്. കിണർ കുഴിക്കാൻ മമ്മട്ടിയും തൂമ്പയൊക്കെ ഉപയോഗിക്കും. വെള്ളം കണ്ടാൽ പിന്നെ മമ്മട്ടിയുടെ തൂമ്പയുടെ ആവശ്യമുണ്ടോ? എന്നതുപോലെ സഗുണധ്യാനം ആ ലക്ഷ്യത്തിൽ എത്തണ വരെ മതി. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ അവസാനം ഒരു കഥ പറയും. ഭൃഗുമഹർഷി ചെന്ന് വൈകുണ്ഠമൂർത്തിയുടെ നെഞ്ചത്തൊരൊറ്റ ചവിട്ട, അല്ലേ? വിഗ്രഹഭഞ്ജനം. പിന്നെ വിഗ്രഹങ്ങൾ ആവശ്യമില്ല. നിർഗുണഭാവത്തിൽ എത്തണ വരെയുള്ളൂ സഗുണം ആവശ്യമുള്ളൂ. ഈ കുട്ടികൾ വടി കുത്തി ചാടണ കണ്ടിട്ടില്ലേ? ഈ വടി എന്തിനാ? വടിയുടെ ആവശ്യം എന്താ? ഉയരത്തിലെത്താനാ. ഉയരത്തിലെത്തിയാൽ പിന്നെ വടിയുടെ ആവശ്യമുണ്ടോ? അതുപോലെ സഗുണധ്യാനം ഒരു പരിധി വരെ മതി, പിന്നെ സഗുണത്തിന് വിട്ടുകളയണം. പക്ഷെ അത് വളരെ വിഷമമാണ്. കാരണം ഈ സഗുണധ്യാനം കൊണ്ട് ഹൃദയത്തിൽ ആ രൂപം അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിനെ ഉപേക്ഷിക്കാൻ പറ്റാതെ വരും. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ആ സാധന അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഈ അമ്മയുടെ രൂപം മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ അദ്ദേഹം വളരെ വിഷമിച്ചൊരു രംഗം അവിടെ കാണാം. അപ്പം അങ്ങനെ വരും. ഇപ്പോൾ രൂപം മനസ്സിൽ ഉറച്ചു പോയാൽ പിന്നെ അത് വിടാൻ വളരെ വിഷമമാണ്. നമുക്കതിൽ അഭിരുചി വന്നു, പിന്നെ അത് വിടാൻ വിഷമമാണ്. അത് വിടണം. അത് വിട്ട് കഴിയുമ്പോൾ മനസ്സിൻ്റെ അവസ്ഥ എന്തായി? മനസ്സ് സമാധി എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ ധ്യാനം കൊണ്ട് മനസ്സ് എവിടെ എത്തണം? പതഞ്ജലി മഹർഷി പറയും ധ്യാനം നിർവിഷയം മന. മനസ്സിനെ നിർവിഷയമാക്കാനാണ് ധ്യാനം. മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഈ രൂപത്തിൽ ഉറക്കുക. അത് കഴിഞ്ഞാൽ രൂപത്തിനെയും വിട്ടുകളയുമ്പോൾ മനസ്സ് ശുദ്ധമായി ശാന്തമായി അത് സമാധി എന്നൊരവസ്ഥയായി. ഈ സമാധി അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ തം സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധ വസ്തു. തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ. കേവലം ഒരു സവികൽപ്പ സമാധിയല്ല, നിർവികൽപ്പ സമാധി എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അല്ലേ? സ്വപ്നം കാണുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നാറില്ലേ? അത് സത്യമല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ഉണരുമ്പോഴേ മനസ്സിലാവുള്ളൂ, അല്ലേ? ജാഗ്രത അവസ്ഥയിൽ കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് സ്വപ്നത്തിൽ തോന്നും, സ്വപ്നത്തിലുള്ളതൊന്നും സത്യമല്ല എന്ന് ജാഗ്രതയിൽ തോന്നും. സുഷുപ്തിയിൽ ഇത് രണ്ടും സത്യമല്ല. അപ്പം ഇതിനപ്പുറത്തേക്ക് പോയാലോ, നാലാമത്തെ അവസ്ഥയിലേക്ക് പോയാലോ, ജാഗ്രതയും സത്യമല്ല, സ്വപ്നവും സത്യമല്ല, സുഷുപ്തിയും സത്യമല്ല എന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്കത് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതെന്താ? പറയണ ആൾ സ്വപ്നത്തിലാണ്, കേൾക്കണ ഒരു സ്വപ്നത്തിലാണ്. പിന്നെ എങ്ങനെ മനസ്സിലാവും? മനസ്സിലാവോ? രണ്ടുപേരും സ്വപ്നത്തിലാണ്. അപ്പം നാലാമത്തെ അവസ്ഥയിൽ എത്തുമ്പോഴേ ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാവുള്ളൂ. സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ. അവിടെ എത്തിക്കഴിഞ്ഞാലോ സ്വാപ്നം പുനർന്ന ഭജതേ. ഈ സ്വപ്ന തുല്യമായ പ്രപഞ്ചത്തിനെക്കുറിച്ച് അയാൾക്ക് പിന്നെ യാതൊരു മമതയില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നല്ല സ്വപ്നമായിരുന്നു, അതൊന്നും കൂടി കണ്ടാൽ കൊള്ളാമെന്ന് ചോദിച്ചാൽ പറ്റുമോ? നല്ല സ്വപ്നമായിരുന്നു, ഒന്നും കൂടി കണ്ടാൽ കൊള്ളാം, നടക്കില്ല. സ്വപ്നമാണെന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ മായാവിലാസമയമായ ഈ പ്രപഞ്ചം സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയാൽ, സ്വപ്നമാണെന്ന് മനസ്സിലാക്കി പോയാൽ കഴിഞ്ഞു പുനരായത് പുല്ലുപോലെ എന്നൊരാൾ പറഞ്ഞു. പിന്നെ ഇത് പുല്ലുപോലെ, വെറും സ്വപ്നമാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ആ സ്വരൂപത്തിൽ ഉറച്ചു കഴിയുമ്പോൾ പ്രകൃതിഞ്ച ഹതൗജസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പ്രകൃതി ഇല്ലാതാവും. അതല്ലാതെ പ്രകൃതിയെ കളയാൻ മാർഗമില്ല, അല്ലേ? ഇപ്പോൾ ഇരുട്ട് കളയാൻ എന്താ മാർഗം? നമ്മളൊന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി. ഇരുട്ട് കളയാൻ ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ ഇരുട്ട് പോവോ? അല്ലേ? ഇപ്പോൾ സ്വപ്നം കളയാൻ ഇപ്പോൾ രണ്ടുപേര് ഒരു മുറിയിൽ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക. രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നുറങ്ങുക. ഒരാൾ സ്വപ്നത്തിൽ കിടന്ന് പുലി വരണേ പുലി വരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അയാൾ സ്വപ്നത്തിൽ പുലിയെ കണ്ട് നിലവിളിക്കുക. വേറൊരാൾ ഉണർന്നിരിക്കുക. അപ്പോൾ ഈ സ്വപ്നത്തിൽ കിടക്കുന്ന ആൾ പുലി വരണോ പുലി വരണോ എന്ന് നിലവിളിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ആൾ എന്താ ചെയ്യുക? ഉണർന്നിരിക്കുന്ന ആൾ ഒരു കയറെടുത്ത് പുലിയെ പിടിക്കാൻ പോവോ? അയാൾ എന്ത് ചെയ്യും? ഉറങ്ങുന്ന ആളെ ഉണർത്തും. അതല്ലാതെ ആ സ്വപ്നം കളയാൻ വഴിയില്ല. ഉണ്ടോ? ആലോചിച്ച് നോക്കുക.
രണ്ടുപേരും ഉറങ്ങുകയാണ്. ഒരാൾ സ്വപ്നത്തിൽ കിടന്ന് പുലി വരണോ എന്നുള്ളതൊക്കെ മറ്റേ ആൾ ഉണർന്നിരുന്നത് കാണുകയാണ്. ഉണർന്നിരിക്കുന്ന ആൾക്കറിയാത്ത സ്വപ്നമാണെന്ന്. അയാൾ കയറെടുത്ത് പുലിയെ പിടിക്കാൻ പോവില്ല. അയാൾ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്തുമ്പോൾ സ്വപ്നം ഇല്ലാതായി എന്നതുപോലെ ഈ മൂന്നവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഈ മൂന്നവസ്ഥകളും സ്വപ്നമാണെന്ന് മനസ്സിലാവുന്ന അർത്ഥം. അപ്പോൾ പ്രകൃതി ഇല്ല. അല്ലാതെ പ്രകൃതിയോട് യുദ്ധം ചെയ്താൽ പ്രകൃതി പോവില്ല. ഉണരുക എന്നല്ലാതെ പ്രകൃതിയെ കളയാൻ വേറെ മാർഗമില്ല. അങ്ങനെ സമാധി യോഗത്തിലെത്തുമ്പോൾ പ്രകൃതി ഇല്ലാത്തതാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി വേറൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ധ്യാനാവസ്ഥ അനുഭവിക്കാൻ സാധിക്കുമോ? പറ്റില്ല എന്ന് പറഞ്ഞു. ഭക്തിയോഗോ ബഹുവിധൈർ മാർഗൈർ ഭാമിനി ഭാവ്യതേ 29-ാമത്തെ അധ്യായത്തിൽ പറയും. ഭക്തി തന്നെ 3 വിധത്തിലുണ്ട് എന്ന് പറയും. എന്താ? സാത്വികമായ ഭക്തി, രാജസമായ ഭക്തി, താമസമായ ഭക്തി. ഇത് പൊതുവെ. ഇത് കൂടാതെ 4ാമതൊന്നും കൂടിയുണ്ട്, നിർഗുണമായ ഭക്തി. 4 തരം ഭക്തിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞൊരു പൊതുവായിട്ടിങ്ങനെ പറയും. പക്ഷെ അതിനൊക്കെ ഒരുപാട് വിഭാഗങ്ങളില്ലേ. അതിൽ ആദ്യത്തേത് എന്താ? തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തിയാണ്. തമോ ഗുണഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഭഗവാനെ സേവിക്കുക. ഇത് കാണാറില്ലേ? സംരംഭി ഭിന്ന തൃഗ്ഭാവം, മറ്റുള്ളവരോട് വിരോധം, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ ആളുകളുണ്ട്. അമ്പലത്തിൽ പോകണമെങ്കിൽ വഴിപാട് കഴിക്കണമൊക്കെ എന്തിനാ? അവനോ നന്നാവാനല്ല, അയൽവക്കക്കാരൻ നശിക്കാൻ. അതല്ലെങ്കിലോ വല്ല കൂടോത്രോ മന്ത്രവാദമോ കുട്ടിച്ചാത്തനോ ഒടിവെക്കലോ അല്ലേ? ഇപ്പം അമ്പലങ്ങളിലൊക്കെ ശത്രുസംഹാരത്തിനാണ് വലിയ എന്താ ശത്രുസംഹാരം. എന്തിനാ വെച്ചാൽ മറ്റവനെ നശിപ്പിക്കാമെന്നാണ്. അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വല്ല വിദേശ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ എല്ലാ അമ്പലത്തിലും ഒരേ ശത്രുസംഹാരം കഴിച്ചാൽ പോരെ? അതല്ല, ഒരാൾ ഒരു സ്ഥലത്ത് ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതി, എന്നിട്ട് അത് മേശാന്തിയിലേക്ക് കൊടുത്തിട്ട് പ്രത്യേകം ദക്ഷിണയും കൊടുത്തിട്ട് പറഞ്ഞു നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്ക് ഉള്ള പണി കഴിഞ്ഞിട്ട് വേണം. ഇതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ ഉദ്ദേശിച്ച ആളുണ്ടല്ലോ, അയാൾ അവിടെ കൗണ്ടറിൽ നിന്നിട്ട് റെസീറ്റ് വാങ്ങിക്കുക ശത്രുസംഹാരത്തിന്. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ഏത് ശത്രുവിനെ നശിപ്പിക്കുക? അപ്പോൾ അതൊന്നല്ല അവിടെ ഉദ്ദേശം. നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ നശിപ്പിക്കലാണ്. ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് പലരും ഇതിപ്പോൾ വഴിപാട് ചെയ്യുന്നല്ലേ. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുതെന്ന് ദേശം പറഞ്ഞില്ലേ? ഈ ഷഡ്വൈരികളെ നശിപ്പിക്കാനാണ് ശത്രുസംഹാരം, അല്ലാണ്ട് അയൽവക്കക്കാരനെ നശിപ്പിക്കാനല്ല. അപ്പം അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഈശ്വരനെ സേവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വിഷയാനഭിസന്ധായ യശ ഐശ്വര്യമേവ, എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാൻ വേണ്ടി ഭഗവാനെ സേവിക്കുക. പണം കിട്ടാൻ വേണ്ടിയിട്ടോ, പേര് കിട്ടാൻ വേണ്ടിയിട്ടോ, തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ, സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഈശ്വരനെ സേവിക്കുക. അത് മധ്യമമായിട്ടുള്ള ഭക്തിയാണ്. പിന്നെ സാത്വികമായ ഭക്തിയുണ്ട്. കർമ്മനിർഹാരം ഉദ്ദേശ്യ, കർമ്മബന്ധങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി ഭഗവാനെ ആശ്രയിക്കുക. അങ്ങനെ 3 തരം ഭക്തി പൊതുവെ. ഇതിനേക്കാൾ മറ്റൊന്നുണ്ട്. അതെന്താ? അഹൈതുക്യവഹിത, യാതൊരു കാരണവുമില്ലാതെ ഒരു ഉദ്ദേശമില്ലാതെ ഭഗവാനെ സേവിക്കുക. എന്തുപോലെ? പ്രഹ്ലാദനെ പോലെ. എത്ര നൈസർഗികീരതി, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചക്രപാണേര്യദൃച്ഛയാ, പ്രഹ്ലാദൻ പറയും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിയന്ത്രിച്ചാലും നിൽക്കാത്ത വിധത്തിൽ എൻ്റെ മനസ്സിതാ ഗുരുവായൂരപ്പനിലേക്ക് അങ്ങനെ പോണു. അങ്ങനെ ഒരു ഭാവം വന്നാൽ ആ പ്രേമഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. മേൽപ്പത്തൂർ പറയും ത്വൽ പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസീ ശ്രേയസീ. ഗുരുവായൂരപ്പ, അവിടുത്തെ ശ്രീപാദങ്ങളിൽ ഇങ്ങനെ പ്രേമപൂർവമായിട്ടുള്ളൊരു ഭക്തി വന്നാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി. മറ്റതൊക്കെ മധ്യമഭക്തികളെ ആയുള്ളൂ. പ്രാകൃത ആയാലും ശരി, രാജസായാലും ശരി, സാത്വികമായാലും ശരി, അതുപോലെ താമസമായാലും ശരി, ഒക്കെ ഒരു തരം പ്രാകൃതമാണതൊക്കെ. നേരെ മറിച്ച് ഒരു കാരണമില്ലാതെ യഥാ വ്രജഗോപികാനാം, നാരദ മഹർഷി പറയും വ്രജത്തിലെ ഗോപിമാരെ പോലെ ഭഗവാന്റെ പ്രേമഭക്തി ഉണ്ടാവുക. അതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഭക്തി. ഇങ്ങനെ 3 ഭക്തിയുള്ളതിൽ സാത്വിക ഭക്തി ഉള്ളവർക്ക് ഈ ധ്യാനം പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ധ്യാനം പറ്റില്ല. മറ്റവർക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. നിർഗുണഭക്തി ഉള്ളവർക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ മനസ്സെപ്പോഴും ഭഗവാനിലാണ്. എന്താ അതിന് ഉദാഹരണം? ഉദ്ധവൻ വൃന്ദാവനത്തിൽ ചെന്ന സമയത്ത് ഗോപിമാർ ഉദ്ധവനോട് പറയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഭഗവാനെ തത്വങ്ങളൊക്കെ ഉപദേശിച്ചു, ഈ തത്വമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് ആ ശ്യാമസുന്ദരൻ്റെ കഥ കേട്ടാൽ മതി. ഇനി ആ കഥ പറയാൻ അങ്ങേക്ക് സാധ്യമല്ലെങ്കിൽ അങ്ങൊരു മരുന്ന് തന്നാൽ തിരക്കേട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനുള്ള മരുന്നാ? കഥം തം വിസ്മരാമഹേ,
ആ ശ്യാമസുന്ദരനെ ഞങ്ങൾ എങ്ങനെ മറക്കും? അദ്ദേഹത്തിനെ മറക്കാൻ വല്ല മരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം അവർ ശ്വാസേ ശ്വാസേ നാരായണ സ്മൃതിയല്ലേ. അപ്പം അവർക്ക് പിന്നെ ഒരു സാധനയുടെ ഒന്നും ആവശ്യമില്ല. അവരങ്ങനെയാണ്. പ്രണയരശനയാ ധൃതാംഘ്രി പത്മ, പ്രേമമാകുന്ന കയറുകൊണ്ട് ശ്രീഗുരുവായൂരപ്പനെ ഹൃദയമാകുന്ന ഉരലിൽ പിടിച്ചു കെട്ടിയ ഗോപിമാർക്ക് ഒരു ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. സത്വഗുണപ്രധാനികളായിട്ടുള്ള ഭക്തന്മാർക്കാണ് ധ്യാനം. അവരുടെ ധ്യാനം ഉറയ്ക്കും. മറ്റേ ധ്യാനമൊന്നും ഉറക്കില്ല. രജോ ഗുണപ്രധാനമായ ധ്യാനം ഉറക്കില്ല. കാരണം എന്താ? അവരൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ സേവിക്കുന്നത്. കാര്യം കഴിഞ്ഞാലോ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ മാറി അല്ലേ. ഒരമ്പലത്തിൽ പോയി കുറച്ച് ദിവസം വഴിപാട് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഈശ്വരനെ കുറച്ച് കാലം സേവിച്ചു, ആ കാര്യം നടന്നില്ലെങ്കിലോ അടുത്ത ഈശ്വരൻ്റെ അടുത്തേക്ക് പോകും അല്ലേ. അപ്പോൾ തുറക്കില്ല. തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തി വരുമ്പോൾ അതിൽ തമസ്സേ ഉള്ളൂ. അത് ധ്യാനം ഉറക്കില്ല മനസ്സ്. നേരെ മറിച്ച് സാത്വിക ഭക്തിയുള്ളവർക്ക് മനസ്സ് ഭഗവാനിൽ ഉറക്കുള്ളൂ. അങ്ങനെ 3 ഗുണങ്ങൾ ആ ജീവനെ എങ്ങനെ ബാധിക്കും? അതാണ് പിന്നെ ഒരു 3 അധ്യായത്തിൽ. ഒരധ്യായത്തിൽ തമോ ഗുണപ്രധാനമായിട്ടുള്ള ജീവൻ്റെ ഗതി പറയും. അത് അടുത്ത ഈ 30ാമത്തെ അധ്യായത്തിലാണ് തമോ ഗുണപ്രധാനമായിട്ടുള്ള ജീവൻ്റെ ഗതി. 31ാമത്തെ അധ്യായത്തിലാണ് രജോ ഗുണപ്രധാനമായിട്ടുള്ള ജീവൻ്റെ ഗതി. തമോ ഗുണപ്രധാനമായിട്ടുള്ള ജീവൻ അവനവൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ മുഴുവൻ വെറുപ്പിക്കുക, അങ്ങനെ ഒരു കൂട്ടർ. രജോ ഗുണപ്രധാനമായിട്ടുള്ള ജീവനാണ് വീണ്ടും വീണ്ടും മനുഷ്യജന്മത്തിൽ വരിക. ഒരു ജീവൻ്റെ ഗതി അവിടെ പറയും. ഒരു ജീവൻ അങ്ങനെയാണ് സൂക്ഷ്മരൂപത്തിൽ ആകാശത്തേക്ക് പോകുന്നതാണ്. ശരീരം വിട്ടാൽ സൂക്ഷ്മരൂപത്തിൽ ആകാശത്തിൽ പോവത്രേ. അത് മേഘങ്ങളിൽ തങ്ങുന്നതാണ്. അത് ജലത്തിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരും. അതാണ് ഋഗ്വേദത്തിലൊക്കെ ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന, ജലമാണ് ജീവൻ്റെ ഉത്ഭവസ്ഥാനം എന്നവിടെ. അപ്പോൾ ജലത്തിൽ കൂടിയാണ് ജീവൻ ഭൂമിയിലേക്ക് വരിക. അത് വൃക്ഷങ്ങളിൽ പ്രവേശിക്കും. വൃക്ഷങ്ങളുടെ ഭക്ഷണ സാധനമായിട്ട് മാറും. എന്നിട്ടത് പുരുഷൻ്റെ ശരീരത്തിലേക്ക് പോകും. അവിടെയാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. അങ്ങനെയാണ് കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ. ഈശ്വര സങ്കല്പം അനുസരിച്ച് ആ ജീവൻ അതിന് പറ്റിയൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ ഒരു നെൽക്കതിരിൽ 1000 നെന്മണികൾ ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ 1000 അരി ആരൊക്കെയാണ് ഊണ് കഴിക്കുക എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ജീവൻ എവിടെ എത്തേണ്ടതെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് കബീർദാസ് പറയും, ഓരോ ധാന്യത്തിലും അത് ഭക്ഷിക്കേണ്ടവൻ്റെ പേരെഴുതിയിട്ടുണ്ടെന്ന്. അത് അവിടെ എത്തും. അവിടെയാണ് കർമ്മണാ ദൈവനേത്രേണ. ഈശ്വരൻ നിശ്ചയിക്കും. കേരളത്തിൽ കൃഷി ചെയ്ത അരിയും കൊണ്ട് ഒരാൾ അമേരിക്കയ്ക്ക് പോകും. ചിലപ്പോൾ അമേരിക്കക്കാരനായിരിക്കും ഊണ് കഴിക്കുക അല്ലേ. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ചിലപ്പോൾ 2 വറ്റ് താഴെ പോകും. അത് വഴിയിൽ കിടക്കുന്ന ഒരു പുഴുത്ത സാധനമായിരിക്കും കഴിക്കുക. കർമ്മണാ ദൈവനേത്രേണ. ഈശ്വരൻ നിശ്ചയിക്കുന്നിടത്തേക്ക് ആ ജീവൻ പോവും. എന്നിട്ടത് പുരുഷൻ്റെ രക്തമാവും. പുരുഷൻ്റെ രേതസ്സായിട്ട് സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കും. ആദ്യത്തെ രാത്രി അതിൻ്റെ പേര് കലലം എന്നാണ്. കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം. 5 രാത്രി കഴിയുമ്പോൾ അത് കൊമളയുടെ രൂപത്തിലാവും. 10 രാത്രി കഴിയുമ്പോൾ അത് കർക്കന്ധു ഉറച്ച രൂപത്തിലാവും. 2 മാസം കഴിയുമ്പോൾ ശിരസ്സും കൈകാലുകളും ഉണ്ടാവും. 3ാമത്തെ മാസത്തിൽ ലിംഗം ഉണ്ടാവും. 4ാമത്തെ മാസത്തിൽ ധാതുക്കളുണ്ടാവും. 5ാമത്തെ മാസത്തിൽ വിശപ്പും ദാഹം ഉണ്ടാവും. 6ാമത്തെ മാസത്തിൽ ഗർഭപാത്രത്തിൻ്റെ വലതു ഭാഗത്തേക്ക് മാറും. 7ാമത്തെ മാസത്തിൽ ബോധം ഉണ്ടാവും. ആണ് വൈദ്യശാസ്ത്രം മുഴുവൻ അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ ജീവൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ ഗർഭനരകത്തിൽ വന്ന് പെട്ടു, എന്നെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് 10ാമത്തെ മാസത്തിൽ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോഴോ കഴിഞ്ഞതൊക്കെ മറക്കുകയും ചെയ്യും. അതാണ് രസം അല്ലേ. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ജന്മത്തിലെ കഥ വല്ലതും? ഓർമ്മിച്ചാലും വിഷമ അല്ലേ. കഴിഞ്ഞ ജന്മത്തിലെ കഥ ഓർമ്മിച്ചാൽ ചില ആളുടെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വഴി കൂടി പോകുമ്പോൾ ചിലരൊക്കെ കാണുമ്പോൾ ബാബു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ. അപ്പം അതുകൊണ്ട് അത് മറക്കണതാണ് ഒരു കണക്കിന് നല്ലത് അല്ലേ. അത് കഴിഞ്ഞ് പീഡയോല്ലംഘ്യ ബാല്യം, കഷ്ടപ്പെട്ട ആ കുട്ടിക്കാലം കഴിഞ്ഞ് യൗവനം വരുമ്പോഴോ ചാടിക്കളിയുടെ കുഞ്ചിരാമ. ബാലസ്ഥാവൽ ക്രീഡാശക്തത, വൃദ്ധസ്ഥാവൽ തരുണീരക്തത അല്ലേ. ബാലസ്ഥാവൽ ക്രീഡാശക്തത, തരുണസ്ഥാവൽ തരുണീരക്തത, വൃദ്ധസ്ഥാവൽ ചിന്താഗ്രസ്ത, പരമേ ബ്രഹ്മണി കോപിനസക്തത. ഇനി സത്വഗുണപ്രധാനികളോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഫലം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ ആ ഫലം അനുഭവിക്കാൻ വേണ്ടി പുനർജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ 3 ഗുണങ്ങളും പുനർജന്മത്തിന് കാരണമാവും എന്നർത്ഥം. അപ്പോൾ ഈ ഗുണങ്ങളില്ലാതാവുമ്പോഴാണ് ആ ജീവഭാവം ഇല്ലാതാവുക. ആ പ്രകൃതിയും അതോടുകൂടി ഇല്ലാതാവും എന്നർത്ഥം. ജീവൻ പ്രകൃതി, അതാണ് കാര്യകാരണ കർത്തൃത്വേ കാരണം പ്രകൃതിം വിദു എന്ന് ആദ്യം തന്നെ പറയും. കാര്യം കാരണം കർത്താവ്, ഈ 3 ഭാവങ്ങൾക്ക് കാരണം പ്രകൃതിയാണ്. ഈ പ്രകൃതി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ 3 ഭാവങ്ങൾ ഇല്ലാതാവും.
ഇതാണ് ആ കപിലവാസ്തവന് ഉപദേശിച്ചു കൊടുത്തത്. ഈ ഉപദേശങ്ങൾ കേട്ട് ദേവഹൂതി മാതാവ് കുറച്ചു കാലം അതിനെ തപസ് ചെയ്തു. അവസാനം ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായിട്ട് ഒഴുകിപ്പോയി എന്നും ദേവഹൂതി മാതാവ് മുക്തി പ്രാപിച്ച സ്ഥലത്തിന് സിദ്ധപദം എന്ന് പേര് വന്നു. അതിപ്പോഴും ഉണ്ട്. ഹിമാലയത്തിൽ ഉത്തരകാശിക്ക് അപ്പുറത്ത് സിദ്ധബാരി എന്നൊരു സ്ഥലം. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദജി സമാധിയായപ്പോൾ അദ്ദേഹത്തിനെ സമാധി ഇരുത്തിയത് ഈ സിദ്ധബാരിയിലാണ്. അവിടെയാണത്ര ദേവഹൂതി മുക്തി പ്രാപിച്ച സ്ഥലം. എന്നിട്ട് അവസാനം 3-ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഒരു ഫലശ്രുതിയും കൂടി പറഞ്ഞുകൊണ്ടാണ് കാവൽ അവസാനിപ്പിക്കുക. ഏതാ? യയിതം അനുശൃണോതി യോഭിതത്തെ കപിലമുനേർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതധീ സുപർണകേതോ ഉപലഭതേ ഭഗവത്പദാരവിന്ദം. 3-ാമത്തെ സ്കന്ധത്തിൽ അവസാന ശ്ലോകം. യയിതം അനുശൃണോതി, ഏതൊരാളാണോ ഈ കാപിലം ശ്രദ്ധയോടുകൂടി കേട്ട് അതിനെ അനുഷ്ഠിക്കുന്നത്, ഭഗവതി കൃതധീ, ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിനെ കടന്നു പോവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഖ്യയോഗം അവിടെ അവസാനിക്കുക. അപ്പോൾ നോക്കൂ, കപിലാവസ്തവനായിട്ട് ഭഗവാൻ അവതരിച്ചത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഏതാ? ജ്ഞാനോപദേശായ ഗൃഹീതദേഹം. ഈ ജ്ഞാനോപദേശത്തിന് വേണ്ടിയിട്ടാണ് കപിലവാസ്തവനായിട്ട് ഭഗവാൻ അവതരിച്ചത്. ഈ ഉപദേശം നമ്മളുടെ ജീവിതത്തിലും കുറച്ചെങ്കിലും അനുഷ്ഠിക്കാൻ സാധിച്ചാൽ, അല്ലേ, സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ, കുറച്ചെങ്കിലും ഈ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ ഈ ലോകത്തിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അവനവൻ്റെ സ്വരൂപത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഭാഗവതം പറയുന്ന സത്യം പരം ധീമഹി. ആ പരമസത്യം അവനവൻ്റെ സ്വരൂപമാണെന്നറിയാം. അതാണ് ഈ ഉപദേശത്തിൻ്റെ ഒരു വളരെ ചെറിയൊരു രൂപം. ആ ഭാവത്തിലേക്ക് ഉയരാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.